ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. അപ്പം അതുപോലെ വാരാവസാനം നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ വിഷയത്തിലൂടെ തന്നെ നമുക്ക് മുൻപോട്ട് പോകണം. പെൻഡിക്കോസ്റ്റും ന്യൂ ജനറേഷൻ പെൻഡിക്കോസ്റ്റും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. കുറേ ആഴ്ചകൾ അങ്ങനെ നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ഗഹനമായ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഈ വിഷയവുമായി റിലേറ്റഡായ മറ്റൊരു കാര്യം നമ്മൾ പറയാനിടയായി. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത്, അതായത് പഞ്ചാബ് സ്റ്റേറ്റിൽ വലിയ ഉണർവ് നടക്കുന്നു. അവിടെ ആളുകൾ കൂട്ടം കൂട്ടമായി ക്രിസ്തു മതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പൊതുവെ കേട്ടത്. അതിനകത്ത് ഒരു വാസ്തവമുണ്ട്. ക്രിസ്തു മതത്തിൻ്റെ ഭാഗമായി ധാരാളം പേര് അതിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് തർക്കമറ്റൊരു വസ്തുതയാണ്. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആളുകൾ അങ്ങനെ വ്യാപകമായിട്ടൊന്നും വരുന്നില്ല. ക്രിസ്ത്യാനിത്വത്തിലേക്ക് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസധാരയിൽ മുൻപോട്ട് പോകാനായിട്ട് ആളുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ പറഞ്ഞു പോയത്. എനിവേ, കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നമ്മൾ റെക്കോർഡ് ചെയ്തത് യൂട്യൂബിലൊക്കെ പിന്നത്തേതിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ യൂട്യൂബിൽ ആ മെസ്സേജൊക്കെ കേട്ട് എന്നെ പല ആളുകളും വിളിക്കാനിടയായി. വിശേഷിച്ച് പഞ്ചാബിൽ 10-30 വർഷം കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരുന്ന ഒരു ദൈവദാസൻ എന്നെ നേരിട്ട് വിളിക്കുകയും ഈ പ്രസംഗിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കാനിടയായി. അപ്പോൾ തന്നെ മറ്റു പല സഹോദരങ്ങളും പല രീതിയിലും അവരും ഇങ്ങനെ ബന്ധപ്പെടുകയും നമ്മൾ പറഞ്ഞ കാര്യത്തോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ രേഖപ്പെടുത്തി. അപ്പോൾ ഈ ദൈവദാസനിൽ നിന്ന് ഞാൻ കേട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ചില വീഡിയോസൊക്കെ കാണിച്ചു. ആ കൂട്ടത്തിൽ തന്നെ ചിലരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ പറഞ്ഞു. അതായത് ചില വലിയ ഗ്രൂപ്പുകൾ, മെഗാ ഗ്രൂപ്പുകൾ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട്, അവിടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ അതിലപ്പുറം തടിച്ചു കൂടുന്നുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ അവർ നടത്തിയ ഒരു വലിയ യാത്ര, ശോഭായാത്ര, അത് ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത്. അതിനോടൊക്കെയുള്ള ബന്ധത്തിൽ അവിടുത്തെ ഭരണാധികാരികൾ, അതായത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, അങ്ങനെയുള്ള മറ്റ് മിനിസ്റ്റേഴ്സൊക്കെ ഇതിനകത്ത് പങ്കെടുക്കാനിടയായി. അങ്ങനെ ഇവരും ഭരിക്കുന്നവരൊക്കെ ആയിട്ടുള്ള നല്ല ഒരു ഐക്യദാർഢ്യത്തിൽ, നല്ല ഒരു ലോഹ്യത്തിൽ കാര്യങ്ങളിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാനിടയായത്. അപ്പം കാര്യങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ അറിയാത്ത ആളുകളാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്രിസ്തുമതത്തിൻ്റെ വ്യാപനം എന്നൊക്കെ പറഞ്ഞു വന്നത്. അതിൽ വാസ്തവമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്തുമതത്തിലേക്ക് ആളുകൾ വരുന്നുണ്ട്, പക്ഷേ ക്രിസ്തുവിനെ അനുഗമിക്കാൻ, ക്രൂശ് എടുക്കാനൊന്നും അങ്ങനെ ആളുകൾ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അതാണ് വളരെ കാലം അവിടെ ശുശ്രൂഷിച്ച ദൈവദാസനും എന്നോട് പറഞ്ഞത്. ദൈവദാസനെ പൊതുവെ ആളുകളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഭയങ്കര ഉണർവാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. എന്നാൽ ധാരാളം പേര് അവിടങ്ങളിൽ വാസ്തവമായി കർത്താവിനെ സേവിക്കുന്ന ദൈവദാസന്മാരുമായി ചേർന്ന് പോകാൻ ഉത്സാഹിക്കുന്നുണ്ട്. അത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളൊന്നുമില്ല. ജനം വിശ്വാസ വഴിയിലേക്ക് വരുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കർത്താവിനുള്ളവർ കർത്താവിൻ്റെ ജനത്തോട് ചേരുന്നു. അത് തർക്കമറ്റ വസ്തുതയാണ്. അതിങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ പോലെയൊന്നും ആരും വരുന്നില്ല. അതാണ് അവർക്കൊക്കെ പറയാനുള്ളത്. അതേസമയം മറ്റ് ചില സഹോദരങ്ങൾ എന്നോട് സംസാരിക്കാനിടയായൊരു കാര്യം, ഞങ്ങൾ വളരെ കാലങ്ങളായി പാസ്റ്ററുടെ മെസ്സേജുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പം കഴിഞ്ഞ ദിവസത്തെ ആ മെസ്സേജ് കേട്ടപ്പോൾ ഒരു ചെറിയ സന്ദേഹം വന്നു. അതിൻ്റെ കാരണം, വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുകയാണ്. വിശേഷിച്ച് പഞ്ചാബിൻ്റെ പല ഭാഗത്തും ഗവൺമെൻറ് സർവീസിനോടുള്ള ബന്ധത്തിൽ അവർ പഞ്ചാബിൻ്റെ പല ഭാഗത്തും ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയങ്ങളിൽ അവരങ്ങനെ പല കൂട്ടായ്മകളും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ യൂട്യൂബിൽ ചില ചാനലുകളിലൂടെയൊക്കെ ചില വിശകലനങ്ങൾ, സീനിയർ പാസ്റ്റേഴ്സിൻ്റെയൊക്കെ വിശകലനങ്ങൾ കാണാനിടയായി. അതിൽ ഒരു പ്രമുഖ സംഘടനയുടെ തലപ്പത്തിരുന്ന, വളരെ വർഷങ്ങൾ പഞ്ചാബിൽ ജീവിച്ച ഒരു ദൈവദാസൻ്റെ ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. അതായത് ഒരു പ്രമുഖ മാധ്യമമാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോസ് അങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിനകത്ത് പറയുന്നത്, പഞ്ചാബിൽ വലിയ ഉണർവ് നടക്കുന്നു, അവിടെയൊക്കെ നടക്കുന്ന ദൈവപ്രവൃത്തികൾ പരിശുദ്ധാത്മാവിലല്ലാതെ പിന്നെ എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ഡയറക്റ്റ് ആ മെസ്സേജ് കേട്ടില്ല. അപ്പോൾ എന്നോട് സംസാരിച്ച ആ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കേട്ടിട്ടില്ല, എനിക്ക് താല്പര്യമില്ല കേൾക്കാൻ.
അദ്ദേഹം വളരെ സീനിയറാണ്. അദ്ദേഹത്തിൻ്റെ ആ പഴയകാല പെന്തക്കോസിലെ അപ്പച്ചന്മാരുടെ കൂട്ട് മുണ്ടും ജുബയൊക്കെ ഇട്ട് അതുകൊണ്ടൊന്നും കാര്യമായില്ല. മുണ്ടും ജുബയൊന്നും അതൊക്കെ ആളുകൾ വഞ്ചിക്കപ്പെടുകയാണ്. മുണ്ട്, ജുബ, പിന്നെ എന്നാ താടി വയ്ക്കുക, താടി വടിക്കുക, പിന്നെ കാലിൽ ചെരുപ്പിടാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ആത്മീയം അളക്കുന്നത്. ഓരോരുത്തർ ആത്മീയം അളക്കുന്നതാണ്. ആ പാസ്റ്റർ മുണ്ടും ജുബയാണ് ഇടുന്നത്, ഓ മൈ ഗോഡ്, മറ്റേ പാസ്റ്റർ ചെരുപ്പ് പോലും ഇടുന്നില്ല. അതൊക്കെയാണോ ആത്മീയത്തിൻ്റെ അളവ് പോലെ? ഞാനത് കേൾക്കാൻ ഉത്സാഹിക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സീനിയർ പാസ്റ്ററെ റീഡ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2024 തന്നെ അദ്ദേഹം മുൻകൈയെടുത്ത് തിരുവല്ലയിൽ വലിയൊരു പ്രോഗ്രാം നടത്തി. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രസംഗകരെന്നൊക്കെ പറയും നമ്മുടെ കൊട്ടാരക്കരയിലെ അപ്പോസ്തലനൊക്കെയാണ്. അതായത് ദശാംശം കൊടുത്തില്ലെങ്കിൽ അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ ദൈവത്തിൻ്റെ ദൈവാലയം പണിയുന്ന അദ്ദേഹമൊക്കെയാണ്. അതുപോലെയുള്ള ആ ഗ്യാങ്ങിൽപ്പെട്ട ആളുകളൊക്കെയാണ് തിരുവല്ലയിലെ ആ പ്രോഗ്രാമിൽ ഇദ്ദേഹത്തോട് ചേർന്ന് നിന്ന് അത്ഭുതങ്ങളൊക്കെ വിരിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഇവർ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ഇപ്പോൾ ഇവരുടെ നിലപാടെന്താണ്. ഇപ്പോൾ മാത്രമല്ല, ഞാൻ കാലങ്ങളായിട്ട് അവരെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും പറയാത്ത എന്തെന്ന് ചോദിച്ചാൽ, അവർ കർത്താവിൻ്റെ ദാസന്മാർ തന്നെയാണ്. കർത്താവ് വേലയ്ക്ക് വിളിച്ച് കർത്താവിൻ്റെ വഴിയിൽ ഇറങ്ങിത്തിരിച്ച് അങ്ങനെയുള്ളവരാണ്. അവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടതോ അല്ലെ അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശകലനം ചെയ്യേണ്ട കാര്യമൊന്നും നമുക്കില്ല. അവരുടെ വാക്കുകൾ കേട്ട് ആ വഴിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ പോവുക. തിരുത്താനും പിടിക്കാനൊന്നും നമ്മളില്ല. ജനറലായിട്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് കൂട്ടി വായിക്കാമെങ്കിൽ കൂട്ടി വായിച്ചോ. 1 1 2, 2 2 4, അങ്ങനെയല്ലേ പോകുന്നത്? 4 4 8 പോകും. അതിനിടയ്ക്ക് 4 4 9 വന്നു കഴിഞ്ഞാൽ മുണ്ടെടുത്ത പാസ്റ്ററാണ്, ജുബ്ബയിട്ട പാസ്റ്ററാണ്, നരച്ച പാസ്റ്ററാന്ന് പറഞ്ഞാൽ ഒക്കില്ല. 4 4 9 അല്ല, 4 4 8. അത് ഏത് പാസ്റ്റർ പറഞ്ഞാലും, ഇപ്പോൾ ബാംഗ്ലൂരിലെ പാസ്റ്റർ പറഞ്ഞാലും കൊള്ളാം, പിന്നെ ബാങ്കോക്കിലെ പാസ്റ്റർ പറഞ്ഞാലും, എവിടുത്തെ പാസ്റ്റർ പറഞ്ഞാലും 4 4 8 തന്നെയാണ്. അത് മാറ്റാൻ കഴിയില്ല, ആർക്കും മാറ്റാൻ കഴിയില്ല. അപ്പോൾ സഹോദരങ്ങൾ മനസ്സിലാക്കുക, എന്നോട് സംസാരിച്ച ചില സഹോദരന്മാരോടൊക്കെ ഞാൻ പരിമിതമായി മാത്രമേ സംസാരിച്ചുള്ളൂ. മറുപടികളും കാര്യങ്ങളൊക്കെ പരിമിതമായി മാത്രമേ സംസാരിച്ചുള്ളൂ. കാരണം അധികം സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. അവർക്ക് തന്നെ വിലയിരുത്താമല്ലോ കാര്യങ്ങൾ. അവർക്കും പരിശുദ്ധാത്മാവുണ്ട്. എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സഹോദരങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ എങ്ങനെ നയിക്കുന്നു അതിനനുസരിച്ച് അവർ പോവുക. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ് പറയുന്നത്. എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ. പാസ്റ്റർ ഇങ്ങനൊരു കാര്യം കേൾക്കുന്നല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ എൻ്റെ ഉള്ളിൽ ആ നിയോഗം വന്നതുകൊണ്ട് ആ കാര്യം പറയാനായിട്ട് ഉത്സാഹിച്ചത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തലയിടാൻ പറ്റില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളെല്ലാം കാണുന്നു എന്നുള്ളത് എനിക്കും അറിയാം. അപ്പോൾ അതെല്ലാം നമ്മുടെ തലയ്ക്കകത്തിരിക്കും. അതുകൊണ്ടാണ് അതിലെ ഒരു ചെറിയ തിരുത്തെന്ന പോലെ ചില കാര്യങ്ങൾ പറഞ്ഞത്. ഇത് പറയുമ്പോൾ തന്നെ പഞ്ചാബിലും മറ്റുമൊക്കെയുള്ള നമുക്കറിയാവുന്ന ദൈവദാസന്മാരും ഒക്കെയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം കറൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചാണ് പറയുന്നത്. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഞാനൊരു സൂചന നിങ്ങൾക്ക് തന്നു. മലയാളികളായ പാസ്റ്റേഴ്സ് ധാരാളം പഞ്ചാബിലും വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ന്യൂ ജനറേഷൻകാരൊന്നുമല്ല. നല്ല ഒന്നാന്തരം എണ്ണം പറഞ്ഞ ക്ലാസിക്കൽ പെന്തിക്കോസ്തിൻ്റെ സന്താനങ്ങളായ ദൈവദാസന്മാർ കാലങ്ങളായി അവിടെയുള്ളവരുണ്ട്. അല്ലെങ്കിൽ 5 10 വർഷമായിട്ട് അവിടെ കടന്നുപോയി വേല ചെയ്യുന്നവരൊക്കെയുണ്ട്. അവരെല്ലാവരും കാര്യങ്ങളെ എങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്ന് നമുക്കറിയില്ല. അവരുടെ വീക്ഷണം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പൊതുവേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ അടുത്ത ദിവസങ്ങളിൽ പല ദൈവദാസന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ആൾ കൂടുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ ആൾ വരണ്ടേന്ന് വെച്ചാൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾ വരാൻ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേരെന്നുള്ളതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്ന് പറയുന്ന ഒരു കാലം വന്നിരിക്കുന്നു. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ മാത്രം വെള്ളത്തിലൂടെ രക്ഷപ്പെട്ടെന്ന് പുസ്തകത്തിലുണ്ട്. പക്ഷേ അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. ദൈവം സ്നേഹമാകുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കും കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനത് മുന്നമേ പറയുകയാണ്, ഒരു പ്രവചന സ്വരം പോലെ എവിടെയെങ്കിലും കുറിച്ച് വെച്ചോ. അത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. അതായത് അതിൻ്റെ ഡിജിറ്റൊക്കെ എഴുതി വന്നപ്പോൾ 8 എന്നുള്ളത് 80,000 80,000 8 ലക്ഷം അതൊക്കെ പൂജ്യങ്ങൾ കുറഞ്ഞു പോകാമല്ലോ. അപ്പോൾ അതിനാണ് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പൊതുവെ പറയുന്നത്.
ദൈവം സ്നേഹമാണ്. അങ്ങനെ സ്നേഹവാനായ ദൈവത്തിന് ആരെയും വെള്ളത്തിലിട്ട് മുക്കിക്കളയാനൊന്നും പറ്റില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും രക്ഷിക്കും. അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ പഠനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ആ പഠനങ്ങൾക്കൊന്നും ചെവി കൊടുക്കുന്ന ആളല്ല. ഞാൻ ഇങ്ങനെ തന്നെ പറയും, അതിനകത്ത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കും ഇല്ല. എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. ഇപ്പോഴും ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഉറച്ച ബോധ്യമാണ് എനിക്ക് നൽകുന്നത്. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. കാരണം എന്താ? അവർ പെട്ടകത്തിൽ കയറി. പിന്നെ വേറെയും ചില വാദഗതികൾ വരാം. അതായത് വെള്ളം പൊങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കുറച്ചും കൂടെ ആഞ്ഞൊന്ന് അതിൻ്റെ ആ വാതിലിൽ, ഒരു വാതിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ആ വാതിലിൽ ആഞ്ഞാഞ്ഞൊന്നിടിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്നേഹവാനായി ദൈവം തുറന്നേനെ. അവരാ സമയത്ത് ആഞ്ഞാഞ്ഞിടിച്ചില്ല വാതിലേൽ. കുറച്ചും കൂടെ ഉച്ചത്തിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ ദൈവം ചിലപ്പോൾ വാതിൽ തുറന്നേനെ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരും കാലത്ത്, വരും ദിവസങ്ങളിൽ. ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. വാതിൽ അടച്ചത് യഹോവയായി ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. അടച്ചതാ. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ലെന്ന് തന്നെ പറയും. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ലെന്ന്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിൽ നമുക്കറിയാം മറ്റൊരു കോണ്ടസ്റ്റിൽ പറയുന്ന കാര്യം. അതായത് കള്ളപ്രവാചകന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന് താഴേക്ക് വന്നിട്ട്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യങ്ങളൊക്കെ എടുത്തതാണ്. അതായത് ഇടുക്കുവാതിലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞ്, അതായത് വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടാണ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ ഒരു തലത്തിലേക്ക് പറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെയാണ് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പല ഭാഗത്തായിട്ട് എഴുത്തുകളുണ്ട്. എഴുതി വെച്ച കാര്യങ്ങളൊന്നും മായ്ക്കാനും മാറ്റാനും പറ്റത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ച എന്നോണം ഞാൻ 1-2 കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അതിൽ ഉണ്ടായ സംസാരങ്ങളും അതുപോലെ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കുകളും ഞാൻ കൂട്ടു സഹോദരങ്ങളായ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അപ്പം എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ അത് ചിന്തിക്കുന്നത്, പറയുന്നതെന്നൊക്കെയുള്ള നിങ്ങളെയും കൂടെ ഞാനൊന്ന് അറിയിക്കുക. അപ്പോൾ ഇന്ന് ഇതൊക്കെ അറിയിക്കുമ്പോൾ തന്നെ ഒരു ബൃഹത്തായ കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നു. വളരെ സീനിയറായൊരു പാസ്റ്റർ യൂട്യൂബിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഞെട്ടിയൊന്നും പോയില്ല. കാരണം ഞാൻ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹമൊക്കെ പറയുന്ന പല കാര്യങ്ങളെയും, അതുപോലെ ആ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫെലോഷിപ്പിലൊക്കെ കേരളത്തിൽ നിന്ന് പോയി പ്രസംഗിക്കുന്ന, അവരുടെ ഉപവാസ പ്രാർത്ഥനയിലും കൺവെൻഷനുകളിലൊക്കെ പ്രസംഗിക്കുന്നവർ ആരാരെല്ലാമാണ്, ഏതേതെല്ലാം ടൈപ്പ് ആളുകളാണെന്നൊക്കെ വീക്ഷിച്ചിട്ടുണ്ട്. ആ വീക്ഷണത്തിൽ നിന്ന് തന്നെ, അതായത് നീ ആരെന്നൊന്നും പറയണ്ട. പണ്ട് ഷേക്സ്പിയർ പറഞ്ഞതാ, നിൻ്റെ കൂട്ടുകാരൻ ആരെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അതായത് ഒരു ശുശ്രൂഷകനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് അയാളുടെ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും അയാളുടെ കഴിഞ്ഞൊരു 3-4 മാസത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ, ചില പ്രധാനപ്പെട്ട കൊട്ടേഷൻസൊക്കെ അവർ പറയുമല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. അവർ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ, സഹവർത്തിത്വം, അവരുടെ ഇടപാടുകൾ, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു, അവരുടെ ആശയം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ വർഷങ്ങളായി പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ സഞ്ചരിക്കുന്ന വലിയ പങ്ക് ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അവർക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നില്ല, കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എത്രയോ വർഷങ്ങളായി, ചിലരൊക്കെ പറയുമ്പോൾ 20-25 ഇയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്, 30-35 ഇയേഴ്സ് എന്നൊക്കെയാണ്. പക്ഷേ എന്നിട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല, പല കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് എബ്രായ ലേഖന കർത്താവ് പറയുന്ന പോലെ, കാലം നോക്കിയാൽ നിങ്ങളിതൊക്കെ തിരിച്ചറിയണ്ടേ. ഒരു വാക്കോട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം. അതായത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, വലിയ പങ്ക് ശുശ്രൂഷകരും ചിന്തിക്കുന്നൊരു കാര്യം, ഈ രക്ഷാനിർണയം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് വന്നവർ, നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് രക്ഷിക്കപ്പെടാതെ വരുന്നവരുമുണ്ട്, രക്ഷിക്കപ്പെട്ട് വരുന്നവരുമുണ്ടെന്ന് പൊതുവായിട്ടങ്ങ് പറയാണ്. അങ്ങനെ വരുന്നവർ, രക്ഷാനിർണയം പ്രാപിച്ച് വരുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അപ്പോൾ അവരെല്ലാം മണവാട്ടിയായി കഴിഞ്ഞു എന്ന ഒരു സങ്കല്പത്തിലാണ് നല്ലൊരു പങ്ക് ശുശ്രൂഷകരും. ആ ആശയത്തിൽ നിന്ന്, ആ ചിന്താഗതിയിൽ നിന്ന് അവരെ മാറ്റാനൊന്നും എളുപ്പമല്ല. കാരണം സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് എളുപ്പമൊന്നും മാറത്തില്ല. അതായത് നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ കാണുന്നത്, ഓട്ടക്കളത്തിൽ ഒത്തിരി പേര് ഓടുന്നുണ്ട്, പക്ഷേ ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്നാണ് കാണുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത്,
അതായത് ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കുമെന്ന. രക്ഷിക്കപ്പെട്ടവർ സിംഹാസനത്തിലിരിക്കുമെന്നല്ല വായിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ കൃപയിൽ ദൈവരാജ്യത്തിൽ കടന്നു വന്നിട്ടുള്ള വിശുദ്ധന്മാർ അവരുടെ ഒരുക്കം പൂർത്തിയാകണം. വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് കുഞ്ഞാടിൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കി എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരുക്കേണ്ടവരെവിടെയാ ഏതാ എന്നൊന്നും ചോദിക്കരുത്. അവിടെ എഴുതിയിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, കാന്ത തന്നെത്താൻ ഒരുക്കി. അപ്പോൾ ഒരുക്കാത്തവരോ എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യേണ്ടത് ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വമാണ്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന സമയം മുതൽ പുസ്തകം തുറന്നു വെച്ച് ഓരോരോ കാര്യങ്ങൾ സ്വയം ചോദിക്കുക. ഉത്തരം കിട്ടാത്തത് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിരുന്ന് ചോദിച്ചും അന്വേഷിച്ചും ഉത്തരം കണ്ടെത്തുക. അല്ലാതെ നമ്മൾ മൊത്തത്തിലൊരു ഉത്തരത്തിലേക്ക് അങ്ങ് എത്തിച്ചേരുകയല്ല വേണ്ടത്. അങ്ങനെ എത്തിച്ചേരുകയല്ല വേണ്ടത്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ ഇങ്ങനെ എടുത്ത് ചിന്തിക്കുമ്പോൾ ധാരാളം ശുശ്രൂഷകരെയൊക്കെ ആ കാലത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. ശുശ്രൂഷാ ജീവിതമല്ല പറഞ്ഞ് വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത്. അവിടെ മുതൽ മുൻപോട്ടുള്ള യാത്രയിലൊക്കെ പരിചയപ്പെട്ടതും സംസാരിച്ചതുമായ കാര്യങ്ങൾ വെച്ച് ഞാൻ നിങ്ങളോട് പറയുക, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുഭൂരിപക്ഷം പേരും വിചാരിക്കുന്ന എല്ലാവരും കുഞ്ഞാടിൻ്റെ കാന്തയാണ്, മണവാട്ടിയാണെന്നുള്ളതാണ്. പക്ഷെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കിയത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ നിൽക്കുന്നവരെല്ലാം നിയുക്ത മണവാട്ടി മാത്രമാണ്, അല്ലേ? നിയുക്ത മണവാട്ടിയാണ്. അവരവരുടെ ഓട്ടം പൂർത്തീകരിച്ചാൽ, അതുപോലെ തന്നെ അവരവരുടെ ഒരുക്കം പൂർത്തീകരിച്ചാൽ, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് പറയാനില്ലേ? നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മളുടെ ഈ ആത്മീയ കൂട്ടായ്മയിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ സവിസ്തരം പ്രസംഗിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും അതൊക്കെ ഓർമ്മയിൽ വയ്ക്കുന്നവരാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ പ്രൈമറിയായ കാര്യം പോലും അറിയാത്ത വിശ്വാസികളും ശുശ്രൂഷകരുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ തെറ്റിപ്പോവും. തെറ്റിപ്പോകാനുള്ള സാധ്യത എന്താ? ഇനി എങ്ങനെയും അങ്ങ് ജീവിച്ചു പോയാൽ മതി, കൃപ നമ്മുടെ മേലുണ്ട്. നമ്മളെങ്ങനെ തലകുത്തി വീണാലും 4 കാലിൽ നിന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എങ്ങനെ വീണാലും മണവാട്ടിയാണ് എന്ന ഒരു ചിന്തയിലിരിക്കുകയാണ്. അതേസമയം വലിയ വില കൊടുത്ത് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലകൊണ്ട് അവസാന ശ്വാസം വരെ പോരാടി നിൽക്കണം. എഫേസ്യ ലേഖനത്തിലൂടെ പൗലോസ് ലീഗ എഫേസ്യ സഭയോട് മാത്രമല്ല സാർവത്രിക സഭയോടല്ലേ പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുണ്ട് ബ്രദേഴ്സ്, നിങ്ങൾക്ക് നിശ്ചയമായും പോരാട്ടം ഉണ്ടാകും. ആത്മലോകത്ത് നമുക്ക് പോരാട്ടങ്ങളുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് കളിക്കളത്തിലല്ല, നമ്മൾ വന്നിരിക്കുന്ന അടർക്കളത്തിലാണ്. അതുകൊണ്ട് പോരാട്ടങ്ങളുണ്ടാകും നമുക്ക്. അതുപോലെ തന്നെ അല്പം മുമ്പ് ഞാൻ ചില വാക്കുകൾ ഉപയോഗിച്ചില്ലേ, ഈ പഞ്ചാബിലെ ഉണർവിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ഡിസംബറിലെ അവരുടെ ക്രിസ്മസ് പ്രോഗ്രാം, അവരുടെ ശോഭായാത്രയോടൊക്കെയുള്ള ബന്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിനെ ഒന്ന് ഭയപ്പെടുത്തുന്നതാണ്. അതായത് ഈ മതങ്ങളെല്ലാം, എല്ലാ മതങ്ങളും അതെ, എല്ലാ മതങ്ങളും A to Z മതങ്ങളും, ഈ മതങ്ങളെല്ലാം അതാത് കാലത്തെ ഗവൺമെൻറ്റുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കും. തങ്ങളുടെ ആൾബലം കാണിക്കും. 1,00,000 പേരുടെ ശോഭായാത്ര പോകുമ്പോൾ നിശ്ചയമായും ഭരിക്കുന്നവരെന്ത് ചിന്തിക്കും? ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നല്ല ചിന്തിക്കുന്നത്. ദൈവമേ ഇതെല്ലാം വോട്ടുകളാണല്ലോ, നമ്മൾ ഇവരോട് തട്ടിക്കയറാൻ പോകേണ്ട കാര്യമില്ല, ഇവരുമായിട്ടൊരു സഹവർത്തിത്തിൽ പോകണം, അതായത് നമ്മൾ ഇവരുമായിട്ട് യോജിച്ചു പോകണം എന്ന ഒരു ചിന്തയിലേക്ക് അവർ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണും, യൂട്യൂബിൽ അവൈലബിളാണ്. ഇവർ വരുന്നതും സ്വീകരിക്കുന്നതും ഭായി ആയിട്ട് ഒരേ വേദിയിൽ കൈ കൊടുത്ത് കരം കോർത്ത് ചായ കാപ്പിയൊക്കെ കുടിച്ച് തോളത്ത് കൈയിട്ട് അങ്ങനെ അപ്പന അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ പോക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, യോഹന്നാൻ്റെ ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം എന്താ? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിരിക്കുകയാണ്, മുൻകാല പ്രാബല്യത്തോടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അതായത് ഈ ലോകം നിങ്ങളെ പകയ്ക്കുമെന്ന്. ഈ ലോകം നിങ്ങളെ പകയ്ക്കും. അതായത് ഈ കാലഘട്ടത്തിലെ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത് ലോകത്തിൻ്റെ സിസ്റ്റമാണ് എല്ലാ ഭരണാധികാരിയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം നമ്മെ പകയ്ക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ അതേ ലോകം നമ്മുടെ തോളത്ത് കൈയിടാൻ വരികയാണെങ്കിൽ, ചങ്ങാത്തത്തിന് വരികയാണെങ്കിൽ, നിശ്ചയമായും നമ്മൾ ഓർക്കുക. എന്താ ഓർക്കേണ്ടത്? ട്രാക്കിലല്ലെന്നല്ലേ ഓർക്കേണ്ടത്, അല്ലേ? വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയം വരെ അവർ പോരാട്ടത്തിലാണ്, പോരാട്ട വീര്യത്തോടെ സഞ്ചരിക്കേണ്ടി വരും.
കാരണം ലോകം പകയ്ക്കും. വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ലോകത്തോടൊക്കെ ചങ്ങാത്തം കൂടാനായിട്ട് താല്പര്യപ്പെടുന്ന അഭിനവ ശുശ്രൂഷകന്മാരെന്ന് പറയുന്ന ആളുകൾ അതിന് മുതിരുന്നതിൻ്റെ കാരണം അവർക്ക് ക്രൂശിൻ്റെ മാർഗം അറിയില്ല. അവരെല്ലാം ക്രിസ്തു മതത്തിൻ്റെ വക്താക്കളാണ്, ക്രിസ്തു മാർഗത്തിൻ്റെ ആളുകളല്ല. ഇത് രണ്ടും രണ്ടാണ് കേട്ടോ സഹോദരങ്ങളെ. ക്രിസ്തു മതവും ക്രിസ്തു മാർഗവും രണ്ടാണ്. ക്രിസ്തു മാർഗം ആരംഭിച്ചത് ഏകദേശം AD 30 അങ്ങ് ഊർശലേമിലെ മർക്കോസിൻ്റെ മാളികയിലാണ് ക്രിസ്തുമാർഗം ആരംഭിച്ചത്. ഒരു 3 നൂറ്റാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം 4-ാം നൂറ്റാണ്ടോടുകൂടി പ്രബലപ്പെട്ടു വന്ന ഒരു സംഹിതയാണ് ക്രിസ്തു മതം എന്ന് പറയുന്നത്. ക്രിസ്തുമതം അതിൻ്റെ ശക്തി ആർജിക്കുന്നത് അതിൻ്റെ ഗോഡ് ഫാദർ എന്നുള്ള നിലയിൽ കോൺസ്റ്റന്റൈനൊക്കെ രംഗത്ത് വരുന്നു. രാഷ്ട്രത്തിൻ്റെതായ എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ആ കാലഘട്ടത്തിലെ ശുശ്രൂഷകരിൽ വലിയ പങ്ക് ആളുകളെയും അദ്ദേഹം കൈത്താങ്ങിയിരുന്നു. പല നിലകളിലും അവർക്കൊക്കെ നല്ല പേരുകളൊക്കെ കൊടുത്ത് അവർ പുതിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടുവന്ന് അതുവരെ ചുമ്മാ ഉപദേശി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അവരുടെയൊക്കെ പേരൊക്കെ പരിഷ്കരിച്ച് പൊന്തീഫ്, പിന്നെ മോൺസിഞ്ഞോർ, പ്രൊക്കുറേറ്റർ, റെക്ടർ എന്നൊക്കെ പറഞ്ഞ് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെയാണ്. പിന്നെ അങ്ങനത്തെ ധാരാളം പദവികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മതം ശക്തിയാർജിച്ചു. യൂറോപ്പിൽ മാത്രമല്ല, ഏഷ്യയിൽ മാത്രമല്ല, ആഫ്രിക്കയിലെല്ലാം ആ മതം ശക്തി പ്രാപിച്ചു. അപ്പോൾ തന്നെ ക്രിസ്തു മാർഗവും അതിൻ്റെ നിലയിൽ അത് ഒഴുകിക്കൊണ്ടിരുന്നു. ക്രിസ്തു മാർഗം, ക്രിസ്തുവിലൂടെയുള്ള ആ നിത്യരക്ഷയുമായി ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, അവിടുത്തെ മിഷണറിമാർ ലോകം മുഴുവനും സഞ്ചരിച്ച് ജനത്തെ ക്രിസ്തു മതത്തിലേക്കല്ല കൊണ്ടുവന്നത്, ക്രിസ്തു മാർഗത്തിലേക്കാണ് കൊണ്ടുവന്നത്. അതായത് ക്രൂശിൻ്റെ വഴിയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ക്രൂശിൻ്റെ വഴി അപ്പോസ്തലന്മാർ തുറന്നു വെച്ച പാത ലോകമെമ്പാടും പോയി മിഷണറിമാർ പ്രസംഗിച്ചു, ലോകമെമ്പാടും പോയി. അതേസമയം തന്നെ ഈ മതത്തിൻ്റെ വക്താക്കൾ ലോകമെമ്പാടും സഞ്ചരിച്ച് മതത്തിൽ ആളെ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാണ് മതപരിവർത്തനം എന്നൊക്കെ പറയുന്നത്. ലോക ചരിത്രത്തിൽ ഏറ്റവും ഹീനമായ ഒരു സംഭവം നടന്നൊരു നാടാണ് നമ്മുടെ രാജ്യം. ഇന്ത്യ മഹാരാജ്യത്തിലെ കൊച്ചു സ്റ്റേറ്റായ ഗോവ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൽ ഭയാനകമായ ഇൻക്വിസിഷൻസ് ഒക്കെയാണ് നടന്നത്. അതായത് പോർച്ചുഗീസുകാർ ഭരിക്കുന്ന കാലത്ത് അവിടുത്തെ ലോക്കൽ ആൾക്കാരാരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടുത്തെ ലോക്കൽ ആൾക്കാരെ പലവിധമായ ക്രൂരമായ പീഡനങ്ങൾക്ക് ഭരണാധികാരികൾ വിധേയമാക്കി. അതായത് പോർട്ടുഗീസുകാരുടെ ക്യാപിറ്റലാണ് ആ സമയത്ത് ഗോവ എന്ന് പറയുന്നത്, അവരുടെ ക്യാപിറ്റലാണ്. ഞാൻ അധികമൊന്നും പരത്തി പറയുന്നില്ല. ഇൻക്വിസിഷൻ എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തും. നിങ്ങൾ അന്വേഷിച്ചാൽ കാര്യം മനസ്സിലാകും. അത്ര ഭയങ്കരമായ കാര്യങ്ങളാണ് എല്ലാ മതങ്ങളും ലോകത്തിൽ ചെയ്തിട്ടുള്ളത്, എല്ലാ മതങ്ങളും. അതേസമയം ഈ ലോകത്ത് ദൈവസ്നേഹം പ്രചരിപ്പിച്ചവരാണ് ക്രിസ്തുമാർഗക്കാർ, സാക്ഷാൽ ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ അല്ലേ. അവർ ദൈവസ്നേഹമാണ് പ്രചരിപ്പിച്ചത്. അവർ ക്രൂശ് എടുക്കുന്നവരാണ്. അവർ അനേകരെ രക്ഷാമാർഗത്തിലേക്ക് നയിക്കുന്നവരാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരമാണ്. ഇവിടെ ഇരിക്കുന്നവർ ഏറിയ പങ്ക് ആൾക്കാരും ഈ വക കാര്യങ്ങളൊക്കെ കാലങ്ങളായി കേൾക്കുകയും ബോധ്യപ്പെടുകയൊക്കെ ചെയ്തവരാണ്. അപ്പം നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഈ ഒരു ആശയം ഉയർത്തുന്നത്. ഇതെന്തിനാ പറയുന്നതെന്ന് മനസ്സിലായോ? തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളിലും ഈ വേർതിരിവ് കാണിക്കണം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ. ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ വിയോജിക്കില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. ആരെങ്കിലും വിയോജിച്ചാലും വിരോധമില്ല. അതായത് ഞാൻ പറഞ്ഞു, ഏകദേശം AD 30 ക്രിസ്തുമാർഗം ആരംഭിച്ചു. പാപികളായ മനുഷ്യർക്ക് പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്കുള്ള ഒരു വാതിൽ തുറക്കപ്പെട്ടു, ഒരു പാത തുറക്കപ്പെട്ടു. അല്ലെങ്കിൽ പാപികളായ മനുഷ്യർക്ക് പരമപരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് ഒരു വാതിൽ തുറന്നു. ആ തുറക്കപ്പെട്ട വാതിലിലൂടെ ഒരു പാത വെളിപ്പെട്ട് കിട്ടി. ആ പാതയിലൂടെ സഞ്ചരിച്ച് എങ്ങോട്ടാണ് എത്തുന്നത്? വിശുദ്ധ പർവ്വതത്തിലേക്കാണ്. ആ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് ജനം നടക്കാൻ ആരംഭിച്ചത്. എന്നാൽ ഈ പറയപ്പെട്ട 3 നൂറ്റാണ്ട് കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് രക്ഷയുമായി ബന്ധപ്പെട്ട്, വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട്, വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്നതായ കാര്യങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത നിലയിൽ പിന്നീട് പല കാര്യങ്ങളാണ് ഇതിലേക്കൊക്കെ ആഡ് ചെയ്യപ്പെട്ടത്. ഇന്നലെ ഞാൻ വളരെ പ്രസിദ്ധനായ മലയാളക്കരയിലെ സഞ്ചാരിയായ ഒരു സഞ്ചാരിയുടെ വീഡിയോ ഒരു 2-3 മിനിറ്റ്സ് കാണുവാനായിട്ട് പലരെയും അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ പറയുന്നത് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രധാനപ്പെട്ട 2 ദൈവാലയങ്ങൾ, ഒന്ന് മോസ്കോയിലും ഒന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും ഉണ്ട്.
അതായത് കസാൻ കത്തീഡ്രൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന 2 ദൈവാലയങ്ങൾ, ഒന്ന് മോസ്കോയിലും ഒന്ന് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലും. ആ 2 സ്ഥലത്തും വിശുദ്ധ മറിയയാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഇപ്പോൾ ഓരോ അമ്പലങ്ങളിലെ പ്രതിഷ്ഠ എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ഈ പറയപ്പെടുന്ന സോക്കോൾഡ് അവരുടെ പറയുന്ന മറിയയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പം മറിയയാണ് ആരാധിക്കുന്നതെന്ന് നമ്മളല്ല പറയുന്നത്, മലയാളക്കര അംഗീകരിച്ച സഞ്ചാരിയായ പ്രധാനപ്പെട്ട സഞ്ചാരി തന്നെയാണ് പറയുന്നത് അവിടെ ആരാധന അങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണോ എന്ന് സംശയം വന്നു. അപ്പം ഞാൻ അതിനെ ഒന്ന് അന്വേഷിച്ചു, അന്വേഷണത്തിലേക്ക് പോയപ്പോൾ ശ്രീമാൻ ഗൂഗിളും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ആശയം വെച്ചിട്ടായിരിക്കും അവരും പറഞ്ഞത്. അപ്പോൾ ഈ 2 പേരും പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഏകദേശം ഏതാണ്ട് ചേർന്ന് പോകും. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താ? അതെല്ലാം മതത്തിൻ്റെ സംവിധാനങ്ങളാണ്. മതം വേറെ, മാർഗം വേറെ, രണ്ടും രണ്ടാണ്. അത് രണ്ടും പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, മതവും മാർഗവും. മതം ശക്തി പ്രാപിച്ചു. 5-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ട്, 7-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മതം അതിൻ്റെ എല്ലാ ശക്തിയോടും വെളിപ്പെട്ടു. അതേസമയം മാർഗം ചുരുങ്ങി വന്നു. ആ പാത ഇടുങ്ങിയ വാതിലും ഞെരുക്കമുള്ള പാതയും അടഞ്ഞടഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അതിലൂടെ സഞ്ചരിക്കാൻ ആൾ കുറഞ്ഞു വന്ന ഒരു കാലം. അതങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഏകദേശം AD 1200 ആയ സമയത്താണ്, അതായത് ഈ ചങ്ങല മുറിഞ്ഞു പോകാതെ അതിനിടയിൽ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. വാലിന് മുട്ടുമടക്കാത്തവർ ചരിത്ര ശേഷിപ്പായിട്ടുണ്ടായിരുന്നിരിക്കാം. കാരണം റെക്കോർഡുകളില്ല അന്ന് റെക്കോർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് കത്തോലിക്ക സഭയും അതുപോലെ റോമൻ കൈസർമാരുമാണല്ലോ. ഇത് രണ്ടും ചേർന്ന് പോകുന്ന സംവിധാനമാണ്, കത്തോലിക്ക സഭയും കൈസറും. കത്തോലിക്ക സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാ? കൈസറെ വാഴിക്കുന്ന ആരാ? പൊന്തീഫ്, അല്ലെങ്കിൽ പോപ്പാണ് കൈസറെ വാഴിക്കുന്നത്. അപ്പോൾ കൈസറെ ബ്ലെസ് ചെയ്യുന്നത് പോപ്പാണ്. മതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും അതിനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും ആ സമയത്തെ കൈസർമാരാണ്. അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 നൂറ്റാണ്ടിന് ശേഷം ഈ ചങ്ങല കണ്ണികൾ മുറിഞ്ഞു പോകാതെ ചരിത്രത്തിൽ കാണുമായിരിക്കും. വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണമെന്നൊക്കെയുള്ള ആ അപ്പോസ്തോലികമായ പഠിപ്പീരുകൾ ചരിത്രത്തിൽ ഇങ്ങനെ അലിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. നമുക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്. കാരണം അന്ന് ആർക്കും ചരിത്രം ചമയ്ക്കാൻ അധികാരമില്ല. അത് കൈസർക്ക് മാത്രമേ അധികാരമുള്ളൂ, അല്ലെങ്കിൽ പോപ്പിന് മാത്രമേ അധികാരമുള്ളൂ. പോപ്പിനോട് വിഘടിച്ച ആളുകളെയൊക്കെ കൊല വിളിക്കും, കാണ്ടനൂണ്ടമായിട്ട് വെട്ടി നുറുക്കും, അത് കഴിഞ്ഞിട്ട് തീക്കകത്തിട്ട് കത്തിക്കും, എന്നിട്ട് ആ ചാരം ടൈബർ നദിയിൽ ഒഴുക്കും. അതാണോ ക്രിസ്തീയ മാർഗം? അതിനാണ് മതം എന്ന് പറയുന്നത്. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉത്സാഹിച്ചവർ ആരെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയരുതോ? വില്യം ടിൻഡായിൽ, ജോൺ വിക്ലിഫ്, അങ്ങനെയുള്ള ഭക്തന്മാർ. അതുപോലെ മറു സൈഡിലെ സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ജോൺ ഹസ്, അദ്ദേഹം ഒരു കർദിനാളായിരുന്നു, കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനായിരുന്നു. അവരെയൊക്കെ കൊല്ലുക മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ കോപവും കലിയും തീരാതെ അവരെയൊക്കെ കത്തിച്ചു കളഞ്ഞു. കത്തിച്ച ചാരൻ ടൈബർ നദിയിൽ ഒഴുക്കി. അപ്പോൾ ഇതൊക്കെ എവിടെന്നാ പാസ്റ്റർ അറിഞ്ഞതെന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭയുടെ തന്നെ കിതാബുകളിൽ നിന്ന് വായിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. തിരുസഭാചരിത്രം എന്ന് പറയുന്ന സേവിയാർ കൂടപ്പുഴ എന്ന് പറയുന്ന റെക്ടറച്ചൻ്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ വായിക്കാൻ കിട്ടും. പക്ഷെ പുസ്തകം ഇന്ന് ഔട്ട് ഓഫ് പ്രിൻറ്റിംഗ് ആണ്. അവർ പ്രിൻ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ആ പുസ്തകം. അത് ധാരാളം പേരുടെ കയ്യിലുണ്ട്. ഉള്ളവർ വായിക്കും, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. ഇപ്പം ഞാനോ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ, ആ പുസ്തകത്തിലുണ്ട്. 264 മാർപ്പാപ്പന്മാരെന്ന് പറയുന്നൊരു പുസ്തകം മംഗലപ്പുഴ സെമിനാരിയിലെ റെക്ടറച്ചനായ JP തോട്ടിൽ അദ്ദേഹം എഴുതിയതാണ്. 264 മാർപ്പാപ്പന്മാർ. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു മതം എന്താണെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. വേറൊന്നും എനിക്ക് പറയാനില്ല, അത്രയേ ഉള്ളൂ പറയാൻ. ഇത് രണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സല്യൂട്ട് തന്നേക്കാം. രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ പറയുമോ? പെന്തിക്കോസുകാരായ നിങ്ങൾ ജമ്മം ചെയ്താൽ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാലും പറയില്ല. ഇത് രണ്ടും രണ്ടാ പാസ്റ്റർ എന്ന് പറയും. ആണല്ലോ. അപ്പം ഞാൻ ചോദിക്കുക, ഈ പറയപ്പെടുന്ന മതത്തിൻ്റെ പിറകിൽ വ്യാപരിക്കുന്നൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, സാമാന്യം ബലശാലിയായൊരു സ്പിരിറ്റായിരിക്കുമല്ലോ. അതായത് ആത്മാവേ, അതായത് ദുരാത്മാവ്. അതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവല്ലല്ലോ എന്തായാലും. ആളെ വെട്ടിക്കൊല്ലാൻ കൽപ്പിക്കുന്നതും
പ്രേരിപ്പിക്കുന്നതും പിന്നെ അവനെ ചുട്ടുകൊല്ലാനും പിന്നെ ആ ചാരം എടുത്ത് നദിയിൽ ഒഴുക്കാനും ഒക്കെ എന്തായാലും പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ മറ്റ് സ്പിരിറ്റുകളാണ്, ദുരാത്മാക്കളാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഏതോ കാലത്ത് എവിടെയോ വെച്ച് നിന്ന് പോയെന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ആ സ്പിരിറ്റ് അതങ്ങനെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം AD 1200 സമയത്ത് പീറ്റർ വാൽഡെയിൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ദൈവം ഉണർത്തി വിട്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ആ സമയത്ത് യൂറോപ്പിൻ്റെ മണ്ണിൽ അവിടങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയായിട്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു നടന്നു. കാട്ടിലും മേട്ടിലും ഒക്കെ ആയിരിക്കും പറഞ്ഞത്. അത് ജർമ്മനിയിലെ വിറ്റൻബർഗിലുള്ള കർദിനാൾ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആളുടെ കാതുകളിലും എത്തി. അതായത് 1500 സംഭവമാണത്. അതങ്ങനെ കൈമാറി വന്ന ആ കാര്യങ്ങൾ ചരിത്രത്തിൽ കിടക്കുകയാണ്. ബാലിന് മുട്ടുമടക്കാത്തത് എല്ലാ കാലത്തും ഉണ്ടെന്നേ. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും വിശ്വാസത്താലുള്ള നീതീകരണമാണ്. 1,00,000 പേരുടെ ഇടയ്ക്ക് ഒരാളായിരിക്കും പറയുന്നത്. അത് മതി. അത് കേൾക്കുന്ന 1-2 പേർക്ക് കത്തും. ചിലപ്പോൾ 1,00,000 പേർക്കും കത്തണമെന്നില്ല, കേൾക്കുന്ന 1-2 പേർക്ക് ഉള്ളിലൊരു കത്ത് കത്താം. അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഈ പറഞ്ഞ മാർട്ടിൻ ലൂതറിൻ്റെ കാലമൊക്കെ ആയപ്പോഴത്തേക്കും, മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു ബിഗ് ഷോട്ടാണല്ലോ, അദ്ദേഹം രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടായ സംഭവങ്ങളും ചരിത്രങ്ങളും നമുക്കറിയാം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന പഞ്ചാബിലാകട്ടെ ആന്ധ്രയിലാകട്ടെ എല്ലാ സ്ഥലങ്ങളിലും ആകട്ടെ ഈ പറയുന്ന ഉണർവും കാര്യങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവിലാണെങ്കിൽ ഒരു പാസ്റ്ററോടും ചോദിക്കാതെ തന്നെ ഒരു ദൈവ പൈതലിന് തിരിച്ചറിയാൻ കഴിയുന്ന കീ പോയിന്റ്സ് ഉണ്ടല്ലോ അതിനകത്ത്. ഈ പുസ്തകം ഒന്ന് തുറന്നു നോക്കിയാൽ പോരെ. അപ്പസ്തോലിക കാലഘട്ടം, അപ്പസ്തോലന്മാർ എങ്ങനെയാണ് അവർ സഞ്ചരിച്ചതും ശുശ്രൂഷിച്ചതെന്നും അവരുടെ വിശ്വാസത്തിൻ്റെ ആധാരങ്ങൾ എന്തായിരുന്നെന്നും അതുപോലെ ലോകം ആ സമയത്ത് അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നും കാര്യങ്ങളെല്ലാം വെച്ച് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് വിശകലനം ചെയ്യാം, കാര്യങ്ങളെ വിലയിരുത്തി ബോധ്യപ്പെടാം. പാസ്റ്ററെ ഇതെന്താണെന്നൊന്നും ഒരു പാസ്റ്ററോടും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പഞ്ചാബിലൊക്കെയുള്ള ചില ദേവദാസന്മാരോട് ചോദിച്ചെന്ന് പറഞ്ഞത്, അയ്യോ ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതല്ല, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്, ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട്. അതല്ലാതെ നമുക്ക് ആത്മാവിലൊരു ബോധ്യമില്ലേ? പല കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് വചനം വെച്ചിട്ടും ഒക്കെ പരിശോധിക്കാൻ മേലേ? ആരോടെങ്കിലോടും ചോദിക്കണോ? ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ചോദിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്, ഇപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ, അത്രമാത്രം. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ആ ഭാഗം ഇടാം. ആരും യൂട്യൂബിലെ പ്രസംഗങ്ങളൊന്നും കേട്ട് കോരിത്തിരിക്കാനായിട്ട് പോകണ്ട. വാസ്തവമായി ജനം രക്ഷിക്കപ്പെട്ട് ശരിയാമണ്ണം സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, കാത്തിരിക്കാം. അപ്പോൾ അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും പിന്നെ വഞ്ചിക്കപ്പെടാൻ ഇടവരരുത്. അവർ ശരിയായ പാതയിൽ മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവർ വഞ്ചിക്കപ്പെടാതിരിക്കുമോ? അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ടല്ലോ. അങ്ങ് വത്തിക്കാനിലെ മാർപ്പാപ്പയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു രാജ്യമാകട്ടോ, ചെറിയ രാജ്യം, 33 ഹെക്ടറോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ, അധികമൊന്നുമില്ല. പക്ഷേ ഈ മുഴു ലോകത്തെയും ഭരിക്കുന്ന ആളാണ് പുള്ളി. ഈ മുഴു ലോകത്തെയും ഭരിക്കുന്ന കിരീടം വെക്കാത്ത രാജാവ് അദ്ദേഹം. അത് പലർക്കും അറിയില്ല. അമേരിക്ക ലോക പോലീസ് എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതൊക്കെ ശരിയാ. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരാളാണ് റോമിനടുത്തുള്ള വത്തിക്കാൻ എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അംഗരക്ഷകരുണ്ട്, സൈന്യമുണ്ട്, ചെറിയൊരു സൈന്യമുണ്ട് അദ്ദേഹത്തിന്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കണ്ടത്, പട്ടാള യൂണിഫോമൊക്കെ ഇട്ട ഒരു കൂട്ടം ചെറുപ്പക്കാരായ ആളുകൾ, പുരുഷന്മാരായവർ, ഈ പാസ്റ്റർ എന്നുള്ള വിളിപ്പേരുള്ള ആ പുള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ മാർച്ച് പാസ്റ്റ് ചെയ്ത് ഇങ്ങനെ എന്തായാലും പറയാം, ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ റീത്തൊക്കെ വെക്കുന്ന പോലെ, ശരിക്കും ഒരു പൂച്ചണ്ട കൊടുക്കേണ്ടത് റീത്ത കൊണ്ടുപോയി കൊടുക്കുന്നതുണ്ട്. അതായത് ഒരു റീത്ത് പോലെ ഒരു സാധനമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതൊക്കെ ഏത് വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിതൊക്കെ പരിശുദ്ധാത്മാവിലാണെന്ന് വിശ്വസിക്കുന്നത്? ഇത് വചനത്തിൻ്റെ വെളിച്ചത്തിലാണോ? ഇനി വേറെ ചില കാര്യങ്ങൾ എനിക്കിപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് കൂട്ടിക്കോ. ഞാനുമായി സംസാരിച്ച ദേവദാസൻ പറയാണ്, അദ്ദേഹത്തിൻ്റെ ചർച്ചിലുണ്ടായിരുന്ന ഒരു യൗവനക്കാരിയായ പെൺകുട്ടി ആത്മാവ് കയറി ആവേശം മൂത്തിട്ട് അവൾ വളരെ ദൂരം സഞ്ചരിച്ച്, ഇവരുടെ വാഹനങ്ങൾ വരും, ആ വാഹനങ്ങളിൽ, അതായത്
നമ്മൾ പറഞ്ഞ ആ ഒരു പ്രസിദ്ധനായ വീഡിയോയിൽ കണ്ടതല്ല, അല്ലാതെ മറ്റൊരാളുണ്ടല്ലോ, അയാളുടെ ചർച്ചിൽ പോയി അവിടെ വലിയ ഒരു കൊയർ ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ കൊയർ ഗ്രൂപ്പിലുള്ള യൗവനക്കാരുമായി ഒക്കെ വലിയ അടുപ്പത്തിലേക്ക് വന്ന് അവരിലൂടെ പല തലയിലും ഇവൾ മിസ്യൂസ് ചെയ്യപ്പെടുകയും ഇപ്പോൾ ഭൂതം കയറി പ്രാന്ത് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞു. വലിയ ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കിന് വേണ്ടി പോയതാണ്. വർഷിപ്പ് ലീഡേഴ്സ് പാട്ട് പഠിപ്പിച്ചു വിട്ടു. ഇവ ഭൂതം കയറിയിരിക്കുകയാണ്, ആകപ്പാട് കൂടി കിറുക്ക് പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ ലോകത്തിൽ ഒത്തിരി പേര് അവിടെ ഇടങ്ങളിലൊക്കെ കിറുക്ക് പിടിച്ചിരിപ്പുണ്ട്, നമ്മളാരും അതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പം അദ്ദേഹം എന്നോടത് പറഞ്ഞപ്പോൾ ഒരു സങ്കടമുണ്ട് അദ്ദേഹത്തിന്. കാരണം എന്താ, തൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടി അവിടെ കാര്യമായ ബിരിയാണി ഇല്ല, ചമ്മന്തിയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു സങ്കല്പം അവൾക്ക് വന്നു. എനിക്കങ്ങനെ ചമ്മന്തിയൊക്കെ കൂട്ടി ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അവിടെ 2-3 ഓർഗനുണ്ട്, ഈ പാസ്റ്ററുടെ അടുത്ത് ഓർഗൻ പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ കൈയടിച്ച് പാട്ട് പാടുക, എന്താ അതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത്. മറ്റതങ്ങനെയല്ല, മറ്റത് ലൈറ്റുകൾ മിന്നുന്നു, പുകകൾ പൊങ്ങുന്നു. അപ്പോൾ ഈ പെങ്കൊച്ചിന് 10-20 വയസ്സായ പെങ്കൊച്ചിന് ഒരു ഭയങ്കര ചിന്ത വന്നു, ഇന്ന് നമുക്ക് ആ കൂട്ടത്തിൽ കൂടിയേക്കാന്ന്. അവിടെ കൊണപ്പെട്ട ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെന്ന് എവിടെയൊക്കെയോ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തു, എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു, അത്ര തന്നെ. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ അത് തെളിനീര് പോലെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? തെളിനീര് പോലെയാണ്, തെളിനീര് പോലെയാണ്. ക്രിസ്റ്റൽ ക്ലിയറായ വാട്ടറാണത്, അതങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പം അനേകർ ഈ തെറ്റായ കൂട്ടങ്ങളിലൊക്കെ പോയി വഞ്ചിക്കപ്പെടാം. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ഞാനൊരു സീനിയർ പാസ്റ്ററിൻ്റെ വീഡിയോയുടെ കാര്യം ഇടയ്ക്ക് പറഞ്ഞല്ലോ. അപ്പോൾ സീനിയർ പാസ്റ്റർമാർക്കൊക്കെ തെറ്റിപ്പോവെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിച്ച് മുന്നോട്ട് വരാം. അതായത് പല സീനിയേഴ്സും കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ശരിയാവണ്ണം വിശകലനം ചെയ്യുന്നില്ല. കാര്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി ആത്മാവിനെ വിവേചിച്ച് കാര്യങ്ങളെ ജനത്തെ ധരിപ്പിക്കേണ്ടതിന് പകരം തെറ്റായ റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കൊടുക്കുന്നത്. തെറ്റായ റിപ്പോർട്ടുകൾ അത് അനേകർ കേട്ട് അവരുടെ തലയ്ക്കകത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. പരിശോധനകൾ പലരും തിരിച്ചറിയുന്നില്ല. ടെസ്റ്റുകൾ തിരിച്ചറിയുന്നില്ല. ഞാനൊരു ചരിത്രം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാം. അതായത് 2 ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായം തുറക്കുക. 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ നമ്മൾ യിഹിസ്കിയാവിനെയാണ് കാണുന്നത്. യിഹിസ്കിയാവിനെ കാണുന്നുണ്ട്. അപ്പോൾ യിഹിസ്കിയാവിനെ നമ്മൾ കണ്ടു തുടങ്ങുന്നത് അതിൻ്റെ 29-ാം അധ്യായം മുതലാണ്. 29-ാം അധ്യായം മുതൽ നമ്മൾ യിഹിസ്കിയാവിനെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ആഹാസ് എന്നാണ്. ആഹാസിനെ കുറിച്ച് നമ്മൾ അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് 1-2 കാര്യം ചിന്തിക്കും. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പോയാണ് അവിടെ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ 2 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ആഹാസിനെ നമുക്ക് കാണാൻ കഴിയും. ആഹാസ് യെരുശലേം ദൈവാലയത്തിൻ്റെ വാതിലടച്ചതും അങ്ങനെ ഒത്തിരി തെറ്റായ കാര്യങ്ങൾ ചെയ്തയാളാണ്, ദൈവത്തെ കോപിപ്പിച്ചയാളാണ്. അങ്ങനെയുള്ള ആ വ്യക്തിക്ക് ഉണ്ടായൊരു മകനാണ് യിഹിസ്കിയാവ്. അതിൽ രസകരമായൊരു കാര്യം, ആഹാസിൻ്റെ ഭാര്യ പ്രസവിച്ച ഒരു കുഞ്ഞാണ് യിഹിസ്കിയാവ്. അതുപോലെ തന്നെ മറ്റൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ആഹാസ് അഗ്നിപ്രവേശനം ചെയ്യിച്ചു. അതായത് ബാലിനും മറ്റ് ദേവീദേവന്മാർക്കും ഒക്കെ വേണ്ടി ആ കുഞ്ഞിനെ അഗ്നിപ്രവേശം എന്ന് വെച്ചാൽ തീക്കകത്തേക്ക് ഏൽപ്പിക്കുന്നതാണ്, ഒരു ബലി കൊടുക്കുന്നതാണ്. അങ്ങനെ അഗ്നിപ്രവേശം ചെയ്യിച്ചു ആഹാസ് തൻ്റെ ഒരു മകനെ. ദാവീദിൻ്റെ കൊച്ചുമോനാണ് ആഹാസ് എന്ന് ഓർക്കണം. യഹൂദ രാജാവാണ്, യെരുശലേമിലിരുന്ന് ഭരിക്കുന്നയാളാണ് അല്ലേ? അങ്ങനെ ഒരാളാണ് ആഹാസ്. തൻ്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. അങ്ങനെ ഒരു കുടുംബത്തിൽ വീണ്ടും ജനിക്കുന്നയാളാണ് യിഹിസ്കിയാവ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആകെ ഒരു താറുമാറെന്ന് വേണേ നമുക്ക് പറയാം. വല്ലാത്ത ഒരു പരുവത്തിലിരിക്കുന്ന ഒരു കുടുംബം. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് ഈ യിഹിസ്കിയാവ് വളർന്നു വന്നപ്പോൾ ഒരു ഭക്തനായിട്ടാണ് വളർന്നു വന്നത്. തൻ്റെ പിതാവായ ആഹാസിൻ്റെ വഴിയിലല്ല യിഹിസ്കിയാവ് നടന്നത്. തൻ്റെ പൂർവ്വപിതാവായ ദാവീദിൻ്റെ വഴിയിൽ നടന്നവനാണ്, ദൈവേഷ്ടം ചെയ്തവനാണ്. അപ്പോൾ 29, 30, 31 ഈ 3 അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ 3 അധ്യായത്തിൽ യിഹിസ്കിയാവ് വലിയവനായ ദൈവത്തെ പ്രസാദിപ്പിച്ച കാര്യങ്ങളും ദൈവം തന്നോടുകൂടെ ഇരുന്ന് ചെയ്ത കാര്യങ്ങളും അങ്ങനെ മഹത് കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. മഹത്തായ കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. എന്നാൽ 32-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മുതൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്, ആ കാലത്ത് യിഹിസ്കിയാവിന് മരണകരമായൊരു ദീനം പിടിച്ചു. ഈ ദീനം പിടിക്കുന്ന സമയത്ത്
യഹൂദയിലെ പ്രവാചകനായിട്ട് പ്രശോഭിച്ചിരുന്ന ആളായിരുന്നു യെശയ്യാവ്. നമുക്കറിയാം, യെശയ്യാവായിരുന്നു ആ സമയത്തെ പ്രസിദ്ധനായ പ്രവാചകൻ. അപ്പം ഈ ദീനം വന്ന സമയത്ത് യെശയ്യാവ് വന്ന് യെഹിസ്കീയാവിനോട് സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ചൊന്നും പറയാനല്ല ഞാൻ വന്നത്. ഞാൻ ആ പാരഗ്രാഫ് മുതൽ ഓടിച്ചൊന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ടൊരു വാക്യം വായിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിൻ്റെ തൊട്ട് താഴെയുള്ള 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ യെഹിസ്കീയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് ഒത്തവണ്ണം അല്ലെങ്കിൽ അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. തനിക്ക് ലഭിച്ച ഉപകാരം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 29, 30, 31 എന്നുള്ള 3 അധ്യായത്തിൻ്റെ കാര്യം പറഞ്ഞത്. ആ 3 അധ്യായം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ദൈവം ആ മനുഷ്യനോട് കൂടെ ഇരുന്ന് ചെയ്ത കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്രസാദം തന്നെ മേൽ ചൊരിഞ്ഞതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. യെഹിസ്കീയാവിനെ നടത്തിയൊരു ദൈവത്തെ, യഹോവയായ ദൈവത്തെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഇവിടെ വായിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം നിഗളിച്ചുപോയി. അതുകൊണ്ട് അവൻ്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപമുണ്ടായി. യെഹിസ്കീയാവ് എന്ന് പറയുന്ന ഭക്തനായ രാജാവ് നിമിത്തം തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും മേൽ മാത്രമല്ല, യഹൂദ ജനത്തിനുമേലും യെരൂശലേമിലും എല്ലാം ദൈവകോപം ഉണ്ടായി. അപ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ആ ഒരു കുഴപ്പം കൊണ്ട് ആ ഒരു സമൂഹം മുഴുവനും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് കണ്ടില്ലേ? അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയാണ്. എനിവേ, അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്ന് അതിൻ്റെ 31-ാം വാക്യമാണ് എനിക്ക് വായിക്കേണ്ടത്. ഞാനൊരു പശ്ചാത്തലം നിങ്ങളുടെ മുമ്പാകെ ഇട്ടതാണ്. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വളരെ സീനിയറായിട്ടുള്ള ആളുകൾ ഈ വക വിഷയങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുന്ന കേട്ട് നമ്മൾ പറഞ്ഞതും കേട്ടപ്പോൾ പല സഹോദരങ്ങളും ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ അധികം അവരോട് പറയാതിരുന്ന എന്തെന്ന് ചോദിച്ചാൽ, ഈ സീനിയർ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നവരൊക്കെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ്. അനാവശ്യമായ കമൻസ് ഒന്നും പറയേണ്ട കാര്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ മിനിമം കാര്യങ്ങൾ പറഞ്ഞു. മിനിമം കാര്യങ്ങളിൽ അവസാനിപ്പിച്ചു. അതായത് ഈ 31-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ബാബേൽ രാജാവ് തൻ്റെ ദൂതന്മാരെ അയക്കുകയാണ് യെരൂശലേമിലേക്ക്. അതായത് യെരൂശലേമിൽ ദൈവം യെഹിസ്കീയാവിനോട് കൂടെ ഇരുന്ന് ചെയ്തതും മറ്റു വൻകാര്യങ്ങളും യെഹിസ്കീയാവിൻ്റെ വൃത്താന്തങ്ങളൊക്കെ അറിയാൻ വേണ്ടി ദൂതന്മാരെ അയച്ചിരിക്കുകയാണ്. അങ്ങനെ ദൂതന്മാരവിടെ വന്ന സമയത്ത് യെഹിസ്കീയാവ് ചെയ്ത കാര്യം എന്തെന്നുള്ളതാണ് ഈ വാക്യത്തിലൂടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരിക്കുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവൻ്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ബാബേൽ രാജാവും അവിടുത്തെ പ്രഭുക്കന്മാരും ഒക്കെ അയച്ച ദൂതന്മാരുടെ മുമ്പിൽ മിനിമം കാര്യങ്ങൾ പറഞ്ഞ് ഓക്കെ ബ്രദർ, ഓക്കെ, ഗുഡ് ബൈ അങ്ങനെ പറഞ്ഞു വിടേണ്ടതിന് പകരം യെഹിസ്കീയാവ് എന്നാ ചെയ്തത്? നമുക്ക് തിരുവല്ലായിൽ ഒരു ഐക്യ മീറ്റിംഗ് അങ്ങ് വയ്ക്കാം. ആര്? ബാബേലുകാരും യെരൂശലേംകാരും കൂടി തിരുവല്ലായിലും കോട്ടയത്തും ഐക്യ മീറ്റിംഗ് വയ്ക്കുക. സംബന്ധങ്ങൾ കൂടുകയാണെന്ന്. എന്നിട്ട് പറയാണ് ഉണർവാണ്. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടരെല്ലാം കൂടെ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരുമിച്ച് ഇന്നൊരു ഗ്ലോബയിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പിക്ചർ ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഗ്ലോബയിൽ കെട്ടിപ്പിടിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു അടിക്കുറിപ്പ് ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെയാണ്, ലോകം മുഴുവനും പെന്തക്കോസ്തുകാരാവണം എന്നുള്ള അർത്ഥത്തിലാണ്. മോശമായ ചിന്തയല്ല, നല്ല ചിന്തയാണ്. ഈ വാക്യത്തിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? യെഹിസ്കീയാവിനെ പരീക്ഷിക്കേണ്ടതിന് യഹോവയായ ദൈവം വിട്ടുകൊടുത്തു. അതായത് ബാബേൽ പ്രഭുക്കന്മാരുടെ മുമ്പിലേക്ക് അങ്ങ് തുറന്നു കൊടുത്തു. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം യെഹിസ്കീയാവ് അവിടെ ചെയ്തു. ആ പരിശോധന തിരിച്ചറിഞ്ഞില്ല. ഈ വാക്യത്തിലൂടെ ഞാൻ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമല്ല നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ശ്രേഷ്ഠനായ കർത്തദാസനാണ് യെഹിസ്കീയാവ്, അല്ലേ? ദൈവത്തിൻ്റെ അഭിഷിക്തനല്ലേ? യഹൂദദേശത്തിൻ്റെ രാജാവാണ്, ദാവീദിൻ്റെ കൊച്ചുമകനാണ്. അങ്ങനെയുള്ള ഒരു ദൈവപ്രസാദം ലഭിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അതിന് തക്കവണ്ണം, ആ ദൈവപ്രസാദത്തിന് തക്കവണ്ണം നിലനിൽക്കാതെ നിഗളിച്ചുപോയി, അതിർവരമ്പുകളെ ലംഘിച്ചു. എന്താ ഈ മെസ്സേജിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്? എപ്പോഴും ഒരു അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു ചെറിയ കൂട്ടമാണ്. ഈ ചെറിയ കൂട്ടത്തോട് എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കാര്യം ഇതാണ്, വഞ്ചനകളുടെ ഒരു ലോകം.
ഈ കഴിഞ്ഞു പോയ ആഴ്ചകളിലെല്ലാം നമ്മൾ ഈ പെന്തിക്കോസ്റ്റും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും എന്നുള്ള വിഷയം പ്രസംഗിച്ചു പോയപ്പോൾ ഗൗരവമായ ആത്മീയ ആശയങ്ങളൊക്കെ അതിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ചില മുന്നറിയിപ്പുകൾ അതിനകത്തുണ്ട്. മുന്നറിയിപ്പുകൾ എന്തുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ തരാൻ കാരണം? വഞ്ചനയുടെ ഒരു ലോകമാണ്. വഞ്ചിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. വഞ്ചന ഏത് സൈഡിലൂടെ ആയിരിക്കും വരുന്നത്? ഏത് രീതിയിലായിരിക്കും വരുന്നത്? പുറമേയുള്ള ആരിലൂടെ ആയിരിക്കില്ല വഞ്ചനയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നത്, അകത്തുള്ളവരിലൂടെ തന്നെ പ്രവർത്തിക്കും. അത് പലരും തിരിച്ചറിയില്ല. അത് തിരിച്ചറിയാതെ വഞ്ചിക്കപ്പെട്ടു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നറിയിപ്പുകളെ തന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് അവസാനിക്കുമ്പോൾ ഞാൻ 2 പ്രധാന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അത് കേട്ട പലർക്കും മനസ്സിലായില്ലെന്നുള്ളതാണ് എനിക്ക് പിടികിട്ടുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം പറഞ്ഞല്ലോ നിങ്ങളോട്. ഞാനിങ്ങനെ ഇതിൽ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഇടയിലൊരു സ്ഥലത്ത് നിർത്തേണ്ടി വന്നു. അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പെട്രോൾ ലീക്കായി. പെട്രോൾ പിന്നെ എന്ത് ചെയ്താലും അത് ലീക്ക് മാറുന്നില്ല. പിന്നെ പെട്രോൾ ഓഫ് ചെയ്ത് വയ്ക്കുക മാർഗമുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ മൂവ് ചെയ്യാനോ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും? ഞാൻ സാധാരണ വാഹനം കാണിക്കുന്ന ഒരു വർക്ക്ഷോപ്പുണ്ട്. അവിടെ വളരെ സീനിയറായിട്ടുള്ള നല്ല മികവുള്ളൊരു മനുഷ്യനാണ് അതിൻ്റെ ആ ഗാരേജിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. അത് വളരെ സീനിയറാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് പല ആളുകളും അതിൻ്റെ പ്രധാനപ്പെട്ട എൻജിൻ പണിക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ അവിടം വരെ ഒന്നും ചെല്ലാൻ കഴിയില്ല, കാരണം അത് നല്ല ദൂരമാണ്, അല്ലെങ്കിൽ ഒരു കയറ്റമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റും ഒന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു ഗാരേജുണ്ട്, ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഗാരേജുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ വാഹനത്തിൻ്റെ വിഷയം. ആ യൗവനക്കാരൻ അത് ഒക്കെ അഴിച്ച് അതിൻ്റെ അത്യാവശ്യം മാറേണ്ട കാര്യങ്ങളൊക്കെ മാറി. പിന്നെ അതിൻ്റെ ട്യൂണിങ്ങൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അതിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി. എന്തൊക്കെയോ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഫെയിലിയറായി. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സഹോദരിയെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജ് ഗിഫ്റ്റായിട്ടൊരു കത്രികയും കൂടെ കൊടുത്തു. വീട്ടിൽ കരിക്കരിയാനല്ലോ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കട്ടിക്കാനോ മുറിക്കാനോ ഒക്കെ ഉപകരിക്കും എന്നുള്ള നിലയിൽ അത് വഴിക്ക് ചാടിപ്പോവാതിരിക്കാൻ അകത്ത് തന്നെ ഇട്ട് തുന്നി കെട്ടി കൊടുത്തു വിട്ടു. വലിയ സീനിയറായ ഡോക്ടർമാരാന്ന് ഓർക്കണം. ലോക മണ്ടത്തരമല്ലേ? മണ്ടത്തരം എന്നല്ല ഇതിന് പറയാ, ലോക വിവരക്കേടല്ലേ കാട്ടിവിട്ടത്. ആ സ്ത്രീ ജീവനോട് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ഒരു അത്ഭുതം തന്നെ. കാരണം ഇതൊക്കെ അകത്ത് വെച്ചോണ്ട് നിരന്തരമായ വയറുവേദനയിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയത് അവർക്കിങ്ങനെ ഒരു പാളിച്ച പറ്റിയെന്നുള്ളത്. അപ്പം പാളിച്ചകൾ എവിടെ വേണേലും സംഭവിക്കാം. ജാഗ്രതയോടിരുന്നില്ലെങ്കിൽ അബദ്ധം പറ്റാം. എനിവേ എൻ്റെ വാഹനം അടുത്ത ദിവസം മുതൽ ഓടിക്കാൻ പറ്റാത്ത നിലയിലായി. എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അന്റാർട്ടിക്ക പോലെ തണുത്തു പോവും. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ട്യൂണിങ്ങോ സംതിങ്ങോ എന്തൊക്കെയോ, എനിക്കതിനെക്കുറിച്ച് ടൂ വീലറിനെ കുറിച്ചൊന്നും എനിക്ക് അധികം അറിയില്ല. അറിയാവുന്നത് വെച്ച് പറയുകയാണ്, ഇത് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനൊരു പ്രകാരത്തിൽ നമ്മളുടെ പ്രധാനപ്പെട്ട വർക്ക്ഷോപ്പിൽ എത്തി അദ്ദേഹത്തെ കാണിച്ചു, പ്രധാനപ്പെട്ട ആളെ കാണിച്ചു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം സൗണ്ട് ശ്രദ്ധിച്ചു, അതിൻ്റെ പുക വരുന്നതൊക്കെ ശ്രദ്ധിച്ചു. അത് പെട്ടെന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, ഇത് ഇന്നതാണ് കാര്യം, 1 അവറിനുള്ളിൽ ക്ലിയർ ചെയ്തേക്കാം. അപ്പോൾ അയാൾ വേറെ ഒന്നും ചെയ്തില്ലല്ലോ, അയാൾ കണ്ടുള്ളൂ, കേട്ടുള്ളൂ. അല്ലെങ്കിൽ അയാൾ ആ പുക വരുന്നതൊക്കെ കണ്ടു, അതിൻ്റെ ശബ്ദം കേട്ടു. അദ്ദേഹം ഒന്ന് അടുത്ത് നിന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഞാൻ ഓടിച്ചുകൊണ്ട് കിടക്കുക, സ്മൂത്തായിട്ട് കൊണ്ടു കിടക്കുക. നോക്കണം, വലിയ ഒരു പാളിച്ചയിലേ നമുക്ക് പറ്റിയത്. ആ യൗവനക്കാരനായ ശുശ്രൂഷകനല്ല, ഗാരേജിലെ വർക്ക്ഷോപ്പുകാരനെ അവനെ വിശ്വസിച്ച് ഞാൻ വണ്ടി ഏൽപ്പിച്ചില്ലേ. സംഭവിച്ചത് എന്താ? അപകടമാണ് സംഭവിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നതിൻ്റെ സാരം, നമ്മളിന്ന് ഈ കാണുന്ന ഈ ആത്മീയ ലോകത്ത് വേലയ്ക്ക് വിളിക്കപ്പെട്ടവരുമുണ്ട്, വിളിയില്ലാത്തവരുമുണ്ട്. വിളിയില്ലാത്തവരുമുണ്ട്. നല്ല സ്കില്ലുള്ള ആളുകളാണെങ്കിൽ, മിടുക്കുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ ആളെ കൂട്ടാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനും ഒക്കെ ഒരു വൈഭവം അവർക്കുണ്ടാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ 2 ആഴ്ച മുമ്പ് നമ്മൾ പ്രസംഗിച്ചപ്പോൾ യഹോശഫാത്തും ആഹാബുമായി ഒരു യുദ്ധത്തിന് പോയ കാര്യം കേട്ടല്ലോ. അന്ന് 400 പ്രവാചകന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്താ? യുദ്ധത്തിന് പോയിക്കോ, ശുഭമായിരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചകനായ മീഖായാവ് എന്ന് പറയുന്ന ഒറ്റയൊരുത്തൻ മാത്രമാണ് വേറിട്ട സ്വരം കേൾപ്പിച്ചുള്ളൂ. ആ 400 പേരും പറഞ്ഞതാണ് അവർ വിശ്വസിച്ചത്. പക്ഷേ അതവർക്ക് ദുരന്തമായി പര്യവസാനിച്ചു. അപ്പോൾ വേലയ്ക്ക് വിളിയുള്ളവരുമുണ്ട്, വിളിയില്ലാത്തവരുമുണ്ട്.
ഇനി വേലയ്ക്ക് വിളിയുള്ളവരെ തന്നെ ദൈവം പരിശോധിക്കും. അതാണ് ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നത്. പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. നിങ്ങൾ ശ്രദ്ധയോടെ നല്ല ആഗ്രഹത്തോടെ ഇരുന്ന കാര്യം മനസ്സിലാവും. വേലയ്ക്ക് വിളിയുള്ള അസൽ കർത്താവിൻ്റെ ദാസന്മാരെ ഇപ്പോൾ നമ്മൾ ഈ ദിനവൃത്താന്തത്തിൽ വായിച്ചതുപോലെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ദൈവം, പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന അവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർ കാണുന്ന ആത്മാക്കൾക്കെല്ലാം സല്യൂട്ട് ചെയ്യും. അവർ തിരുവല്ലായിലും വലിയ പ്രോഗ്രാം നടത്തും, കോട്ടയത്തും നടത്തും, ഇനി അടുത്ത സ്ഥലങ്ങളിലൊക്കെ നടത്തും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു ന്യൂസാണ്, വരും ദിവസങ്ങളിൽ വലിയ താമസമില്ലാതെ ഈ പെന്തക്കോസ്റ്റിൽ വളരെ സീനിയറായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചില ശുശ്രൂഷകരെ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകൾ, നമ്മുടെ തങ്കു ആൻഡ് ടീമുകളൊക്കെ കോട്ടയത്തോ തിരുവല്ലായിലോ എവിടെയോ വെച്ച് ഭയങ്കര ഒരു പ്രോഗ്രാമിൽ ആദരിക്കാൻ പോവുകയാണ്. അവരുടെ ശുശ്രൂഷയുടെ ദീർഘകാലത്തെ ആ ഒരു സേവന നിമിത്തം അവരൊക്കെ ആദരിക്കാൻ പോവുകയാണ്. ആദരിക്കുക എന്ന് വെച്ചാൽ വലിയ ചടങ്ങ് വെച്ചിട്ട് അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എന്താ സഹോദരങ്ങളെ മനസ്സിലാകുന്നത്? പരിശോധനകൾ പലരും തിരിച്ചറിയുന്നില്ല. ഒറ്റ കാര്യം കൂടെ കൂടെ ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിട്ടേക്കാം. അതായത് ഈ കാലത്ത് അനേകർ വചനനിശ്ചയമില്ലാതെ പെട്ടകം കാളവണ്ടിപ്പുറത്ത് വയ്ക്കാൻ ദാവീദ് പറയുമ്പോൾ അങ്ങനെ തന്നെ അനുസരിക്കുന്ന ധാരാളം പേരുള്ളൊരു കാലമായത്. പണ്ട് കാലത്ത് നമുക്കറിയാവുന്ന ഒരു ഉസയ മാത്രമാണ്. ആ ഉസയ ഒരു അവിവേകം ചെയ്തു. അവിവേകം പെട്ടകത്തെ പിടിച്ചതാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിടിച്ചത് മാത്രമല്ലെന്നേ, ഉസയ ആ കാളവണ്ടിയിൽ കയറിയത് തന്നെ അവിവേകമല്ലേ? പിടിച്ചതൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ? സഹോദരങ്ങളെ, വചനം വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? മുന്നോട്ടുള്ള യാത്രയിൽ കാള വിരണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് കാളവണ്ടി ഒന്ന് കുലുങ്ങുമല്ലോ. അപ്പം ഊസ കയറി പെട്ടകത്തെ പിടിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് ഈ കാളവണ്ടിയുമായിട്ട് ഇങ്ങനെ ഒരു സഹവർത്തിത്വത്തിൽ പോകാനായിട്ട് ഉസയ്ക്ക് എങ്ങനെ സാധിച്ചു? വലിയൊരു ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അമ്മിനാദാവിൻ്റെ മകനാണല്ലോ ഉസ. അമ്മിനാദാവിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പെട്ടകം ഇരിക്കുന്നത്. അവിടെ നിന്ന് പെട്ടകം കാളവണ്ടിപ്പുറത്ത്, അതായത് പുതിയ കാളവണ്ടിപ്പുറത്ത് തന്നെ കയറ്റി വെച്ച് അങ്ങനെ ഇത് തെളിച്ചുകൊണ്ട് വരികയാണ് മുൻപോട്ട് ഉസ. അപ്പം വഴിയിൽ ഇടയ്ക്ക് എവിടെയോ വെച്ചാണ് ഈ കാള വരേണ്ടതും പെട്ടകം മറിയാൻ തുടങ്ങിയതും കയറി പിടിച്ചതും ഒക്കെ. അതൊക്കെ കുറേ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടല്ലേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്ന ആശയം എന്താ? ഈ വീട്ടിൽ നിന്ന് പെട്ടകം എടുക്കുമ്പോൾ തന്നെ ഉസ ചോദിക്കണ്ടേ, തിരുമനസ്സേ, മഹാരാജാവാണ് മറക്കരുത്, തിരുമനസ്സേ പെട്ടകം നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അപ്പം ദാവീദ് പറയാണ്, ആരെവിടെ കാളവണ്ടി പുറത്ത് വയ്ക്കൂ എന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തണമായിരുന്നു. സ്നേഹത്തോടെ. അങ്ങനെ വരുമ്പോൾ ദാവീദിൻ്റെ വാള് ഉസയുടെ കഴുത്തിലൂടെ കടന്നു പോകും. ദാവീദ് ഉസയെ വെട്ടിക്കൊല്ലും. കാരണം രാജകൽപ്പനയെ ധിക്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പം? അങ്ങനെ വെട്ടിക്കൊന്നെന്ന് പറഞ്ഞ് തന്നെ കുഴപ്പം? നേരെ വിശ്രമത്തിലേക്കല്ലേ പോകുന്നത്? അബ്രഹാമിൻ്റെ മടിയിലേക്കല്ലേ പോകുന്നത്? ദാവീദ് വെട്ടിക്കൊന്നാൽ ഉസ പോകുന്നത് എങ്ങോട്ടാ? അബ്രഹാമിൻ്റെ മടിയിലേക്കാണ്. ഇപ്പം എങ്ങോട്ടാ പോകുന്നത്? ഇപ്പം എങ്ങോട്ടാ പോയത്? നമുക്ക് അന്ന് നോക്കാം ഉസേനെ എവിടെ കാണാമെന്നുള്ളത്. ഉസ എവിടെ എത്തിക്കാണുമെന്നുള്ളത് നമുക്ക് കാഹളം ധ്വനിക്കട്ടെ തീരുമാനിക്കാം. ഇപ്പോൾ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലേക്ക് ഞാൻ എത്തുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം ഞാനോട്ട് പറയുന്നുമില്ല. ഉസ പ്രമാണലംഘനത്തിന് കൂട്ടു നിൽക്കുകയല്ലേ? അതിന് കാരണം എന്താ? സീനിയർ മോസ്റ്റ് ശുശ്രൂഷകൻ ദാവീദാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉസ അതിന് കൂട്ടുനിന്നു. അപ്പോൾ ഇതിലൂടെ ഒരു ദൂത് എന്താ വെളിപ്പെടുന്നത്? ഒരു സന്ദേശം എന്താ നമ്മുടെ മുമ്പിൽ വരുന്നത്? എത്ര സീനിയർ ആണെങ്കിലും പ്രമാണത്തിന് വിരുദ്ധമായ കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് സന്ദേഹിക്കണ്ടേ? നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് സന്ദേഹിക്കണ്ടേ? എത്ര വലിയ ആൾ പറഞ്ഞെന്ന് പറഞ്ഞാലും, ഏത് യൂട്യൂബിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും, എന്ത് ട്യൂബിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും എഴുതപ്പെട്ട വചനങ്ങൾക്ക് മാറ്റമില്ല സഹോദരങ്ങളെ. എഴുതപ്പെട്ട വചനങ്ങൾക്ക് മാറ്റമില്ല. അതായത് എന്താ എഴുതപ്പെട്ട വചനത്തിൽ കാണുന്നത്? ലോകം തള്ളിയ കല്ലാണ് യേശുക്രിസ്തു എന്നാണ്. ലോകം തള്ളിയ കല്ല്. അതായത് ഏകദേശം AD 30 തള്ളി എന്നുള്ളതാണോ നമ്മൾ വായിച്ചെടുക്കുന്നത്? അതെയോ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ലോകം തള്ളി എന്നാണോ? അത് കഴിഞ്ഞിട്ട് ലോകം സ്വീകരിച്ചു, മുഴു ലോകവും. യേശുക്രിസ്തു എന്ന ആ തേജസ്സിൻ്റെ കല്ലിനെ ഞങ്ങളിതാ വാരിപ്പുണർന്നിരിക്കുന്നു, അങ്ങനെയാണോ? ചരിത്രത്തിലെമ്പാടും ആ തേജസ്സിൻ്റെ കല്ലിനെ അല്ലെങ്കിൽ ആ മൂലക്കല്ലിനെ ലോകം ത്യജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലോകം തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഒരു ചോദ്യം ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്, ഊസയ്ക്ക് ഈ പ്രമാണങ്ങളും നിയമങ്ങളൊക്കെ അറിയുമെന്ന്. അതെന്തൊരു ചോദ്യം അത്? ഈ ദിനവൃത്താന്ത പുസ്തകം എന്നൊക്കെ പറയുന്ന രാജാക്കന്മാരുടെ കാലമാണ്. ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ കാലമാണ്. ദാവീദാണോ ന്യായപ്രമാണം എഴുതി വെച്ചത്? ആണോ? അതിന് എത്രയോ വർഷം പിന്നിൽ, അതായത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു 500 വർഷം പിന്നിൽ ഹോരേബിൽ വെച്ച് മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ വെളിപ്പാടുകളെല്ലാം അങ്ങനെ തന്നെ എഴുതി കിതാബായിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയല്ലേ അല്ലേ? ആ ന്യായപ്രമാണം ഇസ്രായേലിനെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? ആ ന്യായപ്രമാണ പ്രകാരമല്ലേ ഇസ്രായേൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവർ എന്താ വാഗ്ദത്ത ഭൂമിയിൽ വന്നതിന് ശേഷം സമാഗമന കൂടാരം ഓരോരോ സ്ഥലങ്ങളിലും മാറ്റിയടിച്ചു. അങ്ങനെ മാറ്റി അടിച്ചടിച്ച് പോകുമ്പോൾ ശൗലിൻ്റെ കാലത്ത് നമുക്കറിയാം, സമാഗമന കൂടാരം ഷീലോവിലിരുന്നു. ഷീലോവിൽ നിന്ന് പിന്നെ ഗിബയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ പറഞ്ഞ സമയത്തൊക്കെ ന്യായപ്രമാണ പുസ്തകം അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകത്തിന് അടുക്കലാണ് ന്യായപ്രമാണ പുസ്തകം വയ്ക്കുന്നത്. 10 കൽപ്പനകൾ അടങ്ങിയ കൽപ്പലക പെട്ടകത്തിനകത്തിരിക്കുന്നു. അതേസമയം ഈ ന്യായപ്രമാണം, മോശയിലൂടെ ലഭിക്കപ്പെട്ട ന്യായപ്രമാണം, അത് മുഴുവനുമായിട്ട് എഴുതിയ പുസ്തകം, അത് പെട്ടകത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പറയാനും പറഞ്ഞു കൊടുക്കാനുമാണ് അവരുടെ ഇടയിൽ ന്യായശാസ്ത്രികളുള്ളത്. അത് തന്നെയല്ല, ഈ പറയപ്പെട്ട കാലത്തൊക്കെ അവരുടെ പിതാക്കന്മാരിൽ നിന്ന് കേട്ട കാര്യമാണ്. നമ്മൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ നമ്മളെ വിടുവിച്ചു കൊണ്ടുവന്നു. ചെങ്കടലും കടത്തി മരുഭൂമി വഴിയായി പ്രയാണം ചെയ്ത് വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തി. അതിൽ ഹോരേബിൽ വെച്ചാണ് പ്രമാണം ലഭിച്ചത്. മോശ അത് കയ്യേറ്റു വാങ്ങി. ആ പ്രമാണപ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഈ കാര്യങ്ങളെല്ലാം അതിൻ പ്രകാരമാണ്. അപ്പോൾ ആ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ സഞ്ചരിച്ചു മുന്നോട്ട് വന്നു. സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ യാത്ര ചെയ്തതും പാളയമടിച്ചതുമായ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. സകല കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അതിൻ പ്രകാരം ഏതൊരു ഇസ്രായേലിനും അറിയുന്ന കാര്യമാണ്, സമാഗമന കൂടാരമാണ് ഇപ്പോൾ അവരുടെ നടുവിലുള്ളത്. ആ സമാഗമന കൂടാരത്തിനകത്തിരിക്കുന്ന പെട്ടകം, അത് കെഹാത്യര് ചുമലിൽ ചുമന്നുകൊണ്ട് പോകേണ്ടതാണ്. അതൊരിക്കലും വണ്ടിയിലോ കാളയുടെ പുറത്തോ ആരുടെയും പുറത്തോ മുതുകത്തൊന്നും വെക്കേണ്ട സാധനമല്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തന്മാർ ചുമലിൽ ചുമക്കേണ്ടതാണെന്നുള്ളത് ഇസ്രായേലിലെ സകല കുഞ്ഞുകുട്ടികൾക്കും അറിയാം. അത് കൊള്ളാം, ജനിക്കാനുള്ള കൊച്ചിന് പോലും അറിയാവുന്ന കാര്യമാണത്. പിന്നെ ഉസ അത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒക്കുവോ? ഉസ അത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി പറയുന്നത്? നിങ്ങൾ ആവർത്തന പുസ്തകം പഠിക്കണം. ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേലിലെ ഓരോ പിതാക്കന്മാർക്കും മാതാക്കൾക്കും ഉള്ള ഉത്തരവാദിത്തമാണ് അവരുടെ തലമുറകളെ ഈ ന്യായപ്രമാണം അഭ്യസിപ്പിക്കുക എന്നുള്ളത്. തലമുറകളെ അഭ്യസിപ്പിക്കണം ഈ കാര്യങ്ങൾ. അതായത് വരുംകാലത്ത് നിങ്ങളുടെ തലമുറകൾ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് വാക്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇസ്രായേലിലെ സാമാന്യ ജനമെല്ലാം ഈ കാര്യങ്ങളെ ബോധ്യപ്പെടണം. അത് തങ്ങളുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. തലമുറ കൈമാറിയാണ് അവരത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ കാര്യം ഉസ അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം പറയാം നിങ്ങളോട്. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഉസ പകച്ചുപോയതും ഉസ മറന്നുപോയതുമായ കാര്യമെന്ന് പറയുന്നത് ദാവീദിൻ്റെ ആ സീനിയോറിറ്റിയുടെ മുമ്പിലോ ആ മഹത്വത്തിന് മുമ്പിലോ അല്ലെങ്കിൽ ദാവീദ് കൊടുത്തിരിക്കുന്ന മുണ്ടും ജുബയുടെ മുമ്പിലോ അല്ലെങ്കിൽ ദാവീദിൻ്റെ കാലിലേക്ക് നോക്കിയപ്പോൾ ചെരുപ്പ് കണ്ടില്ല. അപ്പോൾ ദാവീദ് സീനിയറും ഭക്തനും കേവനുമാണല്ലോ. അത് വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇദ്ദേഹം ആ അരുതായിക്ക് ചാടി പുറപ്പെട്ടത്. ഉസ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഉസയുടെ അപ്പനായ അമ്മിനാദാവ് പറഞ്ഞു കൊടുക്കണ്ടേ, മക്കളെ വലിയ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പെട്ടകം ഫെലിസ്തീർ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ പെട്ടകം ഫെലിസ്തീരുടെ ദേശത്ത് അവരുടെ ക്ഷേത്രത്തിൽ, ദാഗോൻ്റെ ക്ഷേത്രത്തിലിരിക്കുകയും അവിടെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. ഫെലിസ്തീരും അടുത്തിട്ട് അവർ പെട്ടകം തിരിച്ചയച്ചതാണ്. ആ തിരിച്ചയച്ച വഴിക്ക് പെട്ടകം ബെത്ഷേമേഷിലെത്തിയപ്പോൾ അവിടെ നമ്മുടെ ആളുകൾ പെട്ടകം തുറന്നു നോക്കാനായിട്ടൊരു ശ്രമം നടത്തി. അങ്ങനെ 54,000 പേരവിടെ പട്ടുപോയി എന്നുള്ളത് അമ്മിനാദാവിന് അറിയാത്ത കാര്യമാണോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട്
പെട്ടകം അവിടുന്ന് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അതായത് അമ്മിനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയാണ്. അമ്മിനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. കുറേ മാസങ്ങൾ അമ്മിനാദാബിൻ്റെ വീട്ടിലിരിക്കുന്നു. അതിനുശേഷമാണ് ദാവീദ് പെട്ടകം അവിടുന്ന് കൊണ്ടുവരുവാനായിട്ട് ഉത്സാഹിച്ചു വരുന്നതും കാളവണ്ടിയായിട്ടൊക്കെ വരുന്നതും. അപ്പോൾ വലിയൊരു അപകടം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമാണ് ബേത്ത്ശേമേശിൽ 54,000 പേര് പട്ടുപോയത്. അതിനൊക്കെ ദീർഘമായ പ്രസംഗങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ, തുറക്കാൻ പാടില്ലാത്ത കാര്യം തുറക്കാൻ ശ്രമിച്ചു. അതായത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണതല്ല, മൂടിയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ തുറക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് കാലസമ്പൂർണതയിൽ മാളിക മുറിയിലാണ്. തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് തുറന്നു കൊടുക്കാൻ വെച്ചിരിക്കുന്ന വിശുദ്ധമായ വെളിപ്പാടുകളാണ്. ബേത്ത്ശേമേശിൽ ചുമ്മാ ഓടിക്കൂടിയ ആളുകൾ അങ്ങനെ ചുമ്മാ തുറന്നു നോക്കിയാൽ കിട്ടുന്നതല്ല വെളിപ്പാടുകൾ. അതിന് ശുദ്ധീകരണത്തോടുകൂടി, ഒരുക്കത്തോടെ, ഭയത്തോടും ഭക്തിയോടും കൂടെ ആവലോടെ കാത്തിരുന്നപ്പോഴാണ് വെളിപ്പാടുകൾ തുറന്നു കൊടുത്തത്. ആ വെളിപ്പാടുകൾ കയ്യേറ്റു വാങ്ങിക്കൊണ്ടാണ് പത്രോസ് നിന്ന് പ്രസംഗിച്ചത്. എന്തൊരു പ്രസംഗമായിരുന്നു! അവിടെ മുതൽ പ്രസംഗം തുടങ്ങിയില്ലേ? പത്രോസും ശേഷം അപ്പോസ്തലന്മാരും പിന്നെ പൗലോസും, അവരെല്ലാം മൂടിയിട്ടിരുന്ന മൂടിശീലകളൊക്കെ തുറക്കപ്പെട്ട്, അതായത് വെളിപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ കാലമാണ്. അപ്പോൾ ഈ പറയപ്പെട്ട കാലത്ത് അതെല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. അത് തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിടെ വലിയ അപകടം ഉണ്ടായത്. അതായത് ദൈവം മൂടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മളത് കുത്തി തുറക്കാനൊന്നും നോക്കരുത്. ദൈവം നമുക്ക് അനുവദിക്കുന്ന കാര്യങ്ങളിൽ തൃപ്തരാകുക. ദൈവം നമുക്ക് അനുവദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ തൃപ്തരാകുക. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ. നമ്മൾ അതിനപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കുക. ദാവീദ് അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യത്തിലൊന്നും തലയിടാൻ ഇല്ല എന്ന്. കാരണം ചില അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ദാവീദ് പറയുന്നത്. അപ്പോൾ അനുഭവം ഗുരു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? ഈ അബദ്ധം, ഉസയ്ക്ക് സംഭവിച്ച ഈ അബദ്ധം എനിക്കും നിങ്ങൾക്കും ഒക്കെ സംഭവിക്കാം സഹോദരങ്ങളെ. നമുക്കൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് മറക്കണ്ട. നമുക്കൊക്കെ സംഭവിക്കാം, നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് സംഭവിക്കാം. അപ്പം വലിയൊരു ചിന്ത അതിലൂടെ നമ്മുടെ മുമ്പാകെ വരികയാണ്. ഉസ അന്ന് അതിനോട് വിയോജിക്കുകയായിരുന്നെങ്കിൽ, മഹാരാജാവിനോട് വിയോജിക്കുകയായിരുന്നെങ്കിൽ താൽക്കാലികമായ നഷ്ടങ്ങളുണ്ടാകാം. ഇപ്പം മരണം സംഭവിക്കുകയാണെങ്കിൽ അതും താൽക്കാലികമായ നഷ്ടമാണ്. കാരണം എന്താ? മരണം സംഭവിച്ചാൽ തൽക്ഷണം അബ്രഹാമിൻ്റെ മാറുടത്തിലേക്കാണ് പോകുന്നത്. അതായത് പ്രമാണത്തിന് വേണ്ടി നിന്നിട്ട് ഭക്തിക്കൊത്ത ജീവിതം നയിച്ചതിൻ്റെ പേരിൽ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ അതിനകത്ത് ദോഷമല്ലോ ഉണ്ടോ? ഒരു ദോഷവും ഇല്ല. അതേസമയം പ്രമാണരഹിതമായി ജീവിച്ചിട്ട് നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുകൂടിയിട്ട് സംഭവിക്കുന്ന മരണത്തിന് ദൈവം ഉത്തരവാദിയല്ല. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 22:9 പറയുന്നത്. അതൊന്ന് വായിച്ചേ. ലേവ്യ പുസ്തകം 22:9. ആകയാൽ അവർ എന്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും പെട്ടകത്തോട് അടുക്കാൻ പാടുണ്ടോ? ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പം ഈ കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഉസ മരിച്ചതിന് ശേഷമൊന്നും എഴുതിയതല്ലല്ലോ. ഇത് മോശ വഴി അവർക്ക് എഴുതി കിട്ടിയ പ്രമാണമല്ലേ. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കരുത്. സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മുടി തീർത്ത ശേഷം കെഹാത്യർ ചുമപ്പാൻ വരേണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തുടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുമട് ഇവ തന്നെ. ഈ വാക്യ സഹോദരങ്ങൾ കേട്ടല്ലോ. അതായത് ഇസ്രായേൽ പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹ്റോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടിത്തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരണം. അവിടെ കണ്ടീഷൻസ് ഉണ്ട്. മേഘം നീങ്ങിയതിന് ശേഷമാണ് ഇവർ ഈ കൂടാരമൊക്കെ അഴിക്കുന്നത്. മേഘം നീങ്ങണം. മേഘം നീങ്ങി കഴിയുമ്പോൾ കൂടാരം അഴിക്കും. അത് അഴിക്കുന്നത് അഹ്റോൻ്റെ പുത്രന്മാരുമാണ്. വിശേഷാൽ മൂത്ത പുത്രനായ എലയാസറിൻ്റെ ഉത്തരവാദിത്തമാണ് തിരശ്ശീല അഴിച്ച് പെട്ടകം മൂടുക എന്നുള്ളത്. അതുപോലെ മറ്റ് ശീലകളൊക്കെ ഇട്ട് പെട്ടകം മൂടി തീർന്ന ശേഷം കെഹാത്യർ മറ്റൊരു കൂട്ടരാണ്.
കെഹാത്യർ ചുമപ്പാൻ വരണം. ലേവിയുടെ 3 മക്കളിൽ രണ്ടാമനായ കെഹാത്തിൻ്റെ മക്കൾ, അവൻ്റെ തലമുറകൾ, അവരിത് ചുമക്കാൻ വരണം. അങ്ങനെയല്ലേ വായിച്ചത്? അവരിത് ചുമപ്പാൻ വരണം. അതായത് ഈ പെട്ടകത്തെ തൊടാൻ പോകരുത്, പകരം പെട്ടകം ചുമലിൽ വെച്ച് കൊണ്ടുപോകാം. അതായത് കൈകൊണ്ട് ആ തണ്ടിൽ പിടിച്ച് അത് ചുമലിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാം. പക്ഷേ അതേ കയറി തൊടാൻ പോകരുത്, തൊട്ടാൽ മരിക്കുമെന്നാണ്. അപ്പോൾ ഇതിന് സമാനമായ വാക്യങ്ങൾ വേറെയുണ്ട് സുഹൃത്തുക്കളെ. ഈ സംഖ്യാപുസ്തകത്തിലുണ്ട്, ലിവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം ഉണ്ട്. കെഹാത്യരാണിത് ചുമക്കേണ്ടത് എന്നുള്ളത് കാലങ്ങൾക്ക് മുമ്പ് മോശ എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ പാലിക്കപ്പെടേണ്ടത് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് അമ്മീനാഥാവ് മനസ്സിലാക്കണം, തൻ്റെ മകനോടത് പറഞ്ഞു കൊടുക്കണം. മകനെ, ഇങ്ങനെ കാണുന്ന പ്രൈസ് ആൻഡ് വർഷിപ്പിനൊന്നും നീ പോകരുത്. കാണുന്ന പ്രൈസ് ആൻഡ് വർഷിപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ നീ പാതാളത്തിലെത്തും. അതുകൊണ്ട് നമുക്കൊരു പ്രമാണമുണ്ട്, പ്രമാണത്തെ നീ നിസ്സാരവൽക്കരിക്കരുത് എൻ്റെ മോനെ ഉസേ എന്ന് പറഞ്ഞു കൊടുക്കണം. അമ്മീനാഥാവിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ? ഏത് അമ്മീനാഥാവാ? നമ്മുടെ ചുറ്റും എന്തുമാത്രം അമ്മീനാഥാവുമാരാ ഉള്ളത്. ചോദിക്കുമ്പോൾ എന്താ, വീട്ടിൽ പെട്ടകം ഇരിക്കുക. പെട്ടകം വീട്ടിൽ ഇരുന്നിട്ട് പോലും ബോധം വയ്ക്കുന്നില്ല. 5-6 മാസം പെട്ടകം വീട്ടിലിരുന്നു. അതേസമയം ചുരുക്കം സമയമാണ് ഓബേദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം ഇരുന്നത്. ഈ ഇൻസിഡൻറ്റിന് ശേഷം പെട്ടകം പിന്നീട് കൊണ്ടുപോയി വെക്കുന്നത് ഓബേദേദോമിൻ്റെ വീട്ടിലാണല്ലോ. ഓബേദേദോമിൻ്റെ വീട്ടിൽ ചുരുങ്ങിയ കാലമേ ഇരുന്നുള്ളൂ. പക്ഷേ ഓബേദേദോം സുബോധമുള്ളവനായിരുന്നു. അവനതൊരു ദൈവാനുഗ്രഹമായിട്ട് മാറി, പെട്ടകം അവിടെ ഇരുന്നത് നിമിത്തം. പക്ഷെ അമ്മീനാഥാവിന് അനുഗ്രഹത്തിന് വരെ അത് ശാപമായിട്ട് മാറി. പെട്ടകം വീട്ടിലിരിക്കുക. പെട്ടകം വീട്ടിലിരിക്കുമ്പോഴും അമ്മീനാഥാവിന് പ്രമാണം അറിയില്ല. ഇതിനകത്ത് വലിയ മർമ്മങ്ങളായി പറയുന്നത്. നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അല്ലേ? പെട്ടകമൊക്കെ വീട്ടിലിരിപ്പുണ്ട്. എല്ലാം കാലങ്ങളായി പെന്തിക്കോസിലാ. അയ്യോ, 4ാം തലമുറ പെന്തിക്കോസ്താ. 4ാം തലമുറ പെന്തിക്കോസ്ത്. ഒരു വാക്കോടെ അതിൻ്റെ കൂട്ടത്തിലൊന്ന് ചേർത്തോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനും ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ഭക്തനായൊരു ദൈവദാസൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അദ്ദേഹം, ആ ദൈവദാസൻ, അതായത് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനാണ്. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോവുകയായിരുന്നു. നമ്മളുടെ ചില മെസ്സേജുകളൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി മുന്നോട്ട് വരുമ്പോൾ ആ മൺമറഞ്ഞു പോയി എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാവ്, 1ാം തലമുറയിൽപ്പെട്ട പിതാവ് കുക്കു സാഹിബിൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ധാരാളം പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ പാടുന്ന പാട്ടാണ് പല പാട്ടുകളും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, പെന്തിക്കോസിൻ്റെ ആദ്യകാല അനുഭവങ്ങൾ, ആത്മാവിൻ്റെ വലിയ പ്രവൃത്തികളൊക്കെ കണ്ണാലെ കണ്ട മനുഷ്യരാണ്. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു വംശാവലി ഉണ്ടല്ലോ, വംശാവലി മുംബൈയിലും ബംഗളൂരുവിലും ദില്ലിയിലും ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും പിന്നെ എവിടെയാ, അങ്ങനെ ലോകം മുഴുവനും സ്പ്രെഡായി കിടക്കുകയാണ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആദ്യം ഇറങ്ങി തിരിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചതാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ലോകം മുഴുവനും സ്പ്രെഡായത്. അപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറയുകയാണ്, എനിക്ക് മിനിമം അറിവുകളുണ്ട്, കൂടുതൽ അറിവുകളില്ല. പക്ഷെ അദ്ദേഹത്തിന് വളരെ അടുത്ത അറിവുകളുണ്ട്. ഇങ്ങനെ ഈ 4-5 തലമുറയിൽപ്പെട്ട ഈ ലോകം മുഴുവനും ചിതറിക്കിടക്കുന്ന അവരുടെ ആ ഫാമിലി ട്രീയുടെ കീഴിൽ വരുന്ന പലരുമായിട്ട് അദ്ദേഹത്തിന് അടുപ്പമുണ്ട്. മുംബൈയിലും ഡൽഹിയിലും ഒക്കെ പല സമയങ്ങളിൽ അവരൊക്കെയായിട്ട് അടുത്തിടപഴകിയിട്ടുണ്ട്. അദ്ദേഹം എന്നോട് നടുക്കത്തോടെ പറയുക, എൻ്റെ ദൈവദാസനെ, നമ്മളൊക്കെ പുതുതായി വിശ്വാസത്തിൽ വന്നവരാ, അപ്പനപ്പന്മാരായിട്ട് പെന്തിക്കോസിലൊന്നുള്ളവരല്ല. ഞാനൊരു സിറിയൻ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്, അദ്ദേഹം ഒരു ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. എന്നോട് സംസാരിച്ച ദൈവദാസൻ ദൈവസ്നേഹത്താൽ അദ്ദേഹം കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ ശോഭിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, നോക്കണം, ആ 1ാം തലമുറയിൽ ഇറങ്ങി തിരിച്ച ആ ഭക്തനായ ആ പിതാവൊക്കെ എത്ര കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നറിയാവൂ. അണുവിട വ്യതിചലിക്കാതെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലകൊണ്ടു. പെട്ടകം കാളവണ്ടിപ്പുറത്തൊന്നും വെക്കാൻ അവർ ഒരു തരത്തിലും സമ്മതിക്കുന്നവരല്ല. ദാവീദല്ല, 300 ദാവീദ് വന്നാലും അവർ പറയും, കൊല്ലുവാണെ കൊന്നോ, എന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല, പ്രമാണത്തെ ഞങ്ങൾ നിസാരമാക്കി മരണം വിളിച്ചു വരുത്തില്ല എന്ന് പറയുന്നവരായിരുന്നു. അവരുടെ മക്കളും മക്കളുടെ മക്കളും കൊച്ചുമക്കളുമായ ആ തലമുറകൾ ഭൗതിക അനുഗ്രഹങ്ങളാൽ ഇന്ന് ലോകത്തിൻ്റെ പല വലിയ പട്ടണങ്ങളിലും ഇങ്ങനെ ആഢ്യത്വത്തോടുകൂടി ആഡംബരത്തോടുകൂടി ജീവിക്കുമ്പോൾ അവരിലൊന്നും ഒരു ദൈവസ്നേഹം കണി കാണാനില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ശേഷം മനുഷ്യരെ പോലെ ജീവിച്ചു പോവുകയാണെന്ന്. ഇവിടെ അങ്ങനെ പാരമ്പര്യമായി 4-5 തലമുറകളുടെ പിൻതലമുറ എന്ന നിലയിലുള്ള പെന്തിക്കോസുകാർ ആരും എന്നെ ഇപ്പോൾ ഡയറക്റ്റ് കേൾക്കുന്നില്ല, നാളെ കേൾക്കുമായിരിക്കും.
ഇപ്പോൾ നമ്മളെല്ലാം പല കാലങ്ങളിൽ ഈ വിശ്വാസ വഴി വന്നവരാ. സഹോദരങ്ങളെ, നിങ്ങളുടെ ജാഗ്രതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഓർക്കണം, മുൻകാലത്ത് ഭക്തിക്കൊത്ത ജീവിതം നയിച്ചു പോയവരുടെ പിൻതലമുറകളൊക്കെ ഇന്ന് ഭക്തിയുടെ വേഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ട അസുലഭമായ ഭാഗ്യം, ഞാനതെല്ലാം കേൾക്കുമ്പോൾ നടുക്കത്തോടെയാണ് കേൾക്കുന്നത്. കാരണം വെളിപ്പാടുകളുടെ ലോകത്ത് ജീവിച്ച പൂർവന്മാരായ പിതാക്കന്മാർ, അവരുടെ മുമ്പിലൊന്നും നിൽക്കാനോ ഒന്നൊരു യോഗ്യതയില്ല തിരിഞ്ഞു നോക്കുമ്പോൾ. ആ സമയത്ത് ദൈവം തൻ്റെ വചനം ഇന്ന് തുറന്നു തന്ന് വിശുദ്ധന്മാരോടത് ഘോഷിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയും കൃപയും അഭിഷേകവും ബലവും ഒക്കെ നൽകിയപ്പോൾ, ഇവിടെ നോക്കണം, യെഹിസ്കിയാവിനെ ഇപ്പോൾ നമ്മൾ കണ്ടതാ. നിങ്ങൾക്ക് ആർക്കും കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിലും എനിക്കൊരാൾക്ക് മനസ്സിലാകണം. കാരണം ഞാൻ പറഞ്ഞു, 2 ദിനവൃത്താന്തം 29, 30, 31 അധ്യായങ്ങളിലെല്ലാം വലിയവനായ ദൈവം യെഹിസ്കിയാവിന് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ, തന്നോട് കൂടെ ഇരുന്നതും അവനോട് ചേർന്ന് നിന്ന് അവന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തതെല്ലാം നമ്മൾ കാണുകയാണ്. അങ്ങനെ യഹോവയായ ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി, പ്രശോഭിക്കപ്പെട്ടവനായി തീർന്നു. അങ്ങനെയുള്ള യെഹിസ്കിയാവിന് നിഗളം വന്നെന്നാ കാണുന്നത്. ഈ മെസ്സേജുകളൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാ? ചരിത്രത്തിൽ അനേകർക്ക് നിഗളം വന്നിട്ടുണ്ട്. ആ നിഗളങ്ങളൊക്കെ അവരെ വീഴ്ച കളഞ്ഞിട്ടുണ്ട്, തലമുറകളെ വീഴ്ച കളഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ യോർദാൻ കടന്ന് മറുകര എത്തുന്നതിന് മുമ്പ് യോശുവായോട് പറയാണ്, യോശുവായെ മോനെ, ഒരു 12 കല്ല് യോർദാനിൽ നിന്ന് എടുത്തങ്ങ് ഗിൽഗാലിൽ കൊണ്ടുപോയി നാട്ടിയേക്കാൻ. 12 കല്ല്, യോർദാനിൽ കിടക്കുന്ന 12 കല്ല് അവിടെ കിടന്നാൽ പോരെ? പക്ഷെ ആ കല്ലുകളൊക്കെ ചരിത്രത്തിൽ സംസാരിക്കും, ഇസ്രായേലിൻ്റെ തലമുറയോട് വരുംകാലത്ത് സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു, അവിടെ കിടന്നവർ അയ്യം വിളിച്ചു. അങ്ങനെ അയ്യം വിളിക്കുമ്പോൾ നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും അവരെ അവിടെ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമി വഴിയായി മുൻപോട്ട് കൊണ്ടുവന്ന് യോർദാൻ കടത്തി അവരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രം ഈ 12 കല്ലുകൾ നിങ്ങളോട് പറയും. 12 കല്ലുകൾ വരുംകാലത്ത് നിങ്ങളുടെ തലമുറകൾ ചോദിക്കും. ഞാൻ എൻ്റെ ബൈബിളിൽ അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് കൊല്ലം കുറയായി. ഞാൻ വിശ്വാസത്തിൽ വന്ന് ഏതാണ്ട് 1 മാസമോ 2 മാസമോ എങ്ങാണ്ട് കഴിഞ്ഞ സമയത്ത് അന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചതാണ്. യോശുവയുടെ പുസ്തകത്തിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അതൊരു ഭയങ്കര വാക്കുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ കല്ല് എന്തെന്ന് വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനിനക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുക സഹോദരങ്ങളെ, ഒത്തിരി കാര്യങ്ങൾ. ഞാനവിടെ അന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചതാണ്, വരുംകാലത്തെന്നുള്ളതിന് അടിയിൽ മാത്രം. വരുംകാലത്ത് പെന്തക്കോസ്തുകാരുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ. എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് അത് കടന്നു വന്നു. എൻ്റെ ഉള്ളിലേക്ക് അത് കടന്നു വന്നു. അതായത് പല കാര്യത്തിനും പാങ്ങില്ലാത്തൊരു കാലം, വിശ്വാസ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ച് നിന്ദയും അവമാനവും പരിഹാസവും മറ്റ് പല കാര്യങ്ങൾക്കുമുള്ള അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 100 കൊല്ലം മുമ്പത്തെ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ആ കാലത്തുനിന്നൊക്കെ മുൻപോട്ട് വന്ന അവർ പ്രമാണം സൂക്ഷിക്കേണ്ടവരാണ്. മോശ പ്രമാണം കയ്യേറ്റു വാങ്ങി അത് ഇസ്രായേലിനാണ് കൊടുക്കുന്നത്. ഇസ്രായേൽ തലമുറ അത് സൂക്ഷിക്കണം. അമ്മീനാദാവ് അത് സൂക്ഷിക്കണം. അമ്മീനാദാവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഒരിക്കലും പെട്ടകം കാളവണ്ടിപ്പുറത്ത് വെക്കാൻ പാടില്ല. പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ മോശ വഴി പറഞ്ഞു വെച്ചിട്ടുണ്ട്, പെട്ടകം അതിവിശുദ്ധമാണെന്ന്. അതുപോലെ യാഗപീഠം അതിവിശുദ്ധമാണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതിവിശുദ്ധമായ ഈ പെട്ടകം മോസ്റ്റ് ഹോളിയായ കാര്യങ്ങളിൽ പെട്ടതാണ് പെട്ടകമൊക്കെ. അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കെഹാത്യർ ചുമക്കേണ്ടതാണ്. ചുമക്കാൻ നിയമിക്കപ്പെട്ട അവർ തന്നെ വന്ന് ചുമക്കണം. പകരം വേറെ ആളുകൾ ചുമക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് ഇത് ചുമപ്പിക്കാൻ പറ്റില്ലെന്നേ. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഇത് കൂട്ടുകൂടാൻ പറ്റില്ല. അങ്ങനെ ഒരു എക്യൂമിനിസം ഇല്ല. ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. അങ്ങനത്തെ എക്യൂമിനിസം ഒന്നും അനുവദിക്കുന്നില്ല സഹോദരങ്ങളെ. പെട്ടകം ചുമക്കാൻ നിയോഗമുള്ളവരും വിളിക്കപ്പെട്ടവരുമായവർ അത് ചുമക്കട്ടെ. നമുക്ക് ബോധിച്ച ആളുകളെ വിളിച്ചുകൂട്ടി അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല.
അതായത് നിയമിക്കപ്പെട്ട ആളുകളുണ്ട് എല്ലാ കാര്യത്തിനും. ഇപ്പോൾ ശൗലിന് പറ്റിയ ഒരു അബദ്ധമോ അഹങ്കാരമോ. ശൗലിനെ കുറിച്ച് പറഞ്ഞാൽ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവും സുന്ദരനുമായിരുന്നു. നല്ല ഒത്തയാൾ പൊക്കമൊക്കെ ഉള്ള ശൗലിനെ കുറിച്ചുള്ള വർണ്ണനയുണ്ടല്ലോ ഇതിനകത്ത്. കീശിൻ്റെ മകൻ ശൗലിന് രാജ്യത്വം ലഭിക്കുകയല്ലേ. ആ രാജ്യത്വം ലഭിച്ച് മുൻപോട്ട് പോയ ശൗല് പിന്നത്തേതിൽ നിഗളിക്കുന്ന നമ്മൾ കാണുന്നത്. അതായത് ഒരു സമയം കഴിഞ്ഞപ്പോൾ റമായിൽ നിന്ന് ശമൂവേൽ വരാനായിട്ട് താമസിച്ചു കഴിഞ്ഞപ്പോൾ ശൗൽ എന്ത് ചെയ്തു? വരാൻ താമസിക്കുകയാണല്ലോ, ജനമെല്ലാം ചിതറിപ്പോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ തന്നെ യാഗം നടത്തിയേക്കാമെന്ന് തീരുമാനിച്ചു. യാഗമൊക്കെ നടത്തി കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെ ശമൂവേൽ കടന്നു വന്നു. ശമൂവേൽ കടന്നു വന്നപ്പോൾ പിന്നീടുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. അതായത് ശൗല് ശമൂവേലിൻ്റെ അങ്കിയിൽ പിടിച്ചപ്പോൾ അങ്കി കീറിപ്പോയി. അതിന് മറുപടി എന്താ വന്നത്? നിന്റെ രാജത്വം കീറി നിന്റെ സ്നേഹിതന് കൊടുക്കുമെന്നാണ് പിന്നത്തേത് ഈ പറഞ്ഞത്. അപ്പോൾ ദൈവം വെച്ച വ്യവസ്ഥകളും പ്രമാണങ്ങളും ഉണ്ട്. ഈ ഇന്നത്തെ മെസ്സേജിലൂടെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവം വെച്ച വ്യവസ്ഥകളുണ്ട് സഹോദരങ്ങളെ. ദൈവം വെച്ച ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെയുണ്ട്. അതിന് വിരുദ്ധമായ കാര്യങ്ങളൊന്നും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനുവദിക്കില്ല. നമുക്ക് തോന്നുന്നത് പോലെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇസ്രായേലിന് തോന്നുന്ന സ്ഥലത്തൊന്നും ഹോമയാഗം നടത്താൻ പറ്റില്ല. അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് അതിനുള്ള ബലിപീഠത്തിൽ മാത്രമേ നടത്താൻ പറ്റൂ. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലുള്ള യാഗങ്ങളെല്ലാം സമാഗമന കൂടാരത്തിന് മുൻപിലുള്ള യാഗപീഠത്തിലേ നടത്താൻ പറ്റൂ. അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിന് മുൻപിലുള്ള യാഗപീഠത്തിൽ മാത്രമേ നടത്താൻ പറ്റൂ. ഈ പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ പുതിയ നിയമ വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളോട് എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നത്? ജാഗ്രതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒത്തിരി വിശ്വാസികളെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങളെ മാത്രമല്ല എനിക്ക് പരിചയമുള്ളൂ. ടെലിഫോണിലൂടെ പരിചയപ്പെടുന്നുണ്ട്, നേരിട്ട് പരിചയപ്പെടുന്നുണ്ട്, പല നിലകളിൽ പല രീതിയിൽ പരിചയപ്പെടുന്നുണ്ട്. അതിൽ പലരെയും കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, പലരിലും ദൈവഭയമില്ല. ഞാനെന്ന ശുശ്രൂഷകൻ കഴിഞ്ഞ ദീർഘനാളുകൾ 4-5 വർഷത്തിനടുത്തായി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു. ആ സഞ്ചാരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ ദൈവഭയത്തിൽ നിൽക്കണം. ഓരോ ആഴ്ചയിലും നമ്മൾ ഒത്തുകൂടുന്ന മീറ്റിങ്ങുകളിൽ, മെസ്സേജുകളിൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയാനല്ല ആഗ്രഹിക്കുന്നത്. പറയുന്ന ഓരോ കാര്യങ്ങളും സഹോദരങ്ങൾ തിരിച്ചറിയണം. അതെല്ലാം ദൈവഭയത്തിലേക്ക് നയിക്കപ്പെടണം. യഹോഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. യഹോഭക്തി എന്ന മലയാളത്തിൽ അതിന് ശരിയായ ഉത്തരവാണ് പറഞ്ഞത്. യഹോവ ഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. നാം ആ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. 1-ാം സങ്കീർത്തനം മുറുകെ പിടിക്കണം. പരിഹാസികളുടെ ഇരിപ്പിടത്തിലൊന്നും ഇരിക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ദൈവവചനത്തെ കോട്ടിക്കളയുന്നവരുടെ നടുവിലും ഇങ്ങനെയുള്ളവരുടെ നടുവിലൊന്നും ഇരിക്കരുത്. അങ്ങനെയുള്ളവരുടെ നടുവിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ആവില്ല. തോന്നുന്നിടത്തെല്ലാം പോയി ഇരിക്കാൻ പറ്റില്ലെന്നേ നമുക്ക്. നമ്മൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും സഹകരിച്ചു പോകേണ്ടവരാ. പക്ഷെ ആത്മീയത്തിൽ അങ്ങനെയല്ല. ആത്മീയത്തിൽ വിശുദ്ധിക്കും വേർപാടിനും വളരെ പ്രാധാന്യമുണ്ട്. നമ്മളോടുള്ള ബന്ധത്തിലല്ലേ ലേവ്യ പുസ്തകത്തിലെ വാക്യം വായിച്ചത്, നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസാരമാക്കിയാൽ അത് പാപമാണ്. പാപനിമിത്തം മരണം കടന്നു വരും. ആത്മീയ മരണം. അതായത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെട്ടു പോകേണ്ടി വരും. വേർപെട്ട ഒരു അനുഭവത്തിലേക്ക് പോകും. അതിന് നിങ്ങൾ ഇട കൊടുക്കരുത്. അപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇവിടെ ചുരുക്കുമ്പോൾ എന്താ പറയാനുള്ളത്? അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. കണ്ണ് തുറന്ന് കാണണം. ഞാൻ വളരെ ഞെട്ടലോടെ പല കാര്യങ്ങളും കഴിഞ്ഞ നാളുകളിൽ ഞാൻ പല കാര്യങ്ങളും ഞെട്ടലോടെയാണ് കണ്ടത്. പക്ഷെ ഇപ്പോൾ എനിക്ക് അത്ര ഞെട്ടലില്ല. കാരണം എന്താ? നല്ല ബോധ്യമാണ് പരിശോധനയുണ്ടെന്നുള്ളത്, പരീക്ഷയുണ്ടെന്നുള്ളത്. എന്നെയും പരിശോധിക്കാം. എന്നെയും പരീക്ഷിക്കാം, എന്നെയും പരിശോധിക്കാം. അപ്പോൾ അതുകൊണ്ട് ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ എപ്പോഴും സൂക്ഷിക്കണം. കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി നമുക്ക് തലവെക്കാൻ പറ്റത്തില്ല.
പെന്തക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും എന്നൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യാനുണ്ടായ കാരണം എന്താ? നമ്മൾ അതിലും ഗൗരവമായൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് വിശുദ്ധന്മാർ സമർപ്പിതരായിരിക്കണം, വിശേഷാൽ അവരുടെ ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ള ആ ഒരു വിഷയമാണ് 5-8 ആഴ്ചകളായി നമ്മളിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിന് മുമ്പാണ് ആ വലിയ സംഭവങ്ങൾ ഉണ്ടായതും അതിൻ്റെ അനന്തരമെന്നോണം അവിടുത്തെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ കൊട്ടാരക്കരയിലും മറ്റുമൊക്കെ ഉണ്ടായ സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യാപകമായ നിലയിലുള്ള സംസാരങ്ങളും ചർച്ചകളും ഒക്കെ ആത്മീയ ലോകത്ത് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞതായ ബോധ്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടാൻ പാകത്തിന് നമ്മൾ പങ്കുവെക്കുകയായിരുന്നു. നിങ്ങൾ ധരിക്കുന്ന പോലെ ഈ കാണുന്നതെല്ലാം പെന്തിക്കോസ്ത് അല്ല. ആരെങ്കിലും അല്ലേലിയ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പെന്തിക്കോസ് ആകുമോ? അങ്ങനെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം പെന്തിക്കോസ്ത് അല്ല. കാളവണ്ടിപ്പുറത്ത് പെട്ടകം ഇരിക്കുന്ന ഒന്നും പെന്തിക്കോസ് അല്ല. പെട്ടകം എപ്പോഴും ചുമലിലാണ് ഇരിക്കുന്നത്. അപ്പം ചുമലിൽ പെട്ടകം ഇരിക്കുന്നതും അങ്ങനെ പെട്ടകം ചുമക്കുന്നതുമായ അഭിഷിക്തന്മാരെ നിങ്ങൾ കണ്ടെത്തിയാൽ നിശ്ചയമായി അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. കാളവണ്ടിപ്പുറത്ത് വയ്ക്കുന്നതൊന്നും ദൈവത്തിൻ്റെ ദാസന്മാരല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് വിളിപ്പേരുള്ളവരും പരിശോധനകളിൽ തിരിച്ചറിയാതെ പോയി പെട്ടകം കാളവണ്ടിപ്പുറത്തും വയ്ക്കാം. അങ്ങനെ ഒരു ക്ലോസും കൂടി ഉണ്ട് കേട്ടോ. കർത്താവിൻ്റെ വേലക്കാർ തന്നെ, നമ്മളിപ്പോൾ ഇവിടെ യെസ്ക്യാവിനെ കണ്ടില്ലേ, അദ്ദേഹം ആ പരിശോധനയിൽ പരാജയപ്പെട്ടു പോയി. ബാബേൽ രാജാവിൻ്റെ ദൂതന്മാരുടെ മുമ്പാകെ തുറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം തുറന്നു. അവരോടൊരു അകലം പാലിക്കണമായിരുന്നു. ഓക്കെ, അവിടെ നിൽക്കൂ പ്ലീസ്, അവരോട് അവിടെ നിൽക്കൂ. നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്നേ, ആ ഗ്യാപ്പുണ്ട്. അബ്രഹാം അങ്ങനെയല്ലേ ധനവാനോട് പറഞ്ഞത്, നമുക്ക് 2 കൂട്ടർക്കും ഇടയിൽ ഒരു പിളർപ്പുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളവിടെ പാലം പണിയാൻ പോകരുത്, അനാവശ്യമായ പാലങ്ങൾ പണിയാൻ പോകരുത്. പാലങ്ങൾ പണിതാൽ അത് ദൂഷ്യമാണ്, നമുക്കും ദൂഷ്യമാണ്, തലമുറകൾക്കും ദൂഷ്യമാണ്. അപ്പം ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ തിരിച്ചറിയണം, വ്യവസ്ഥകൾ തിരിച്ചറിയണം. തുടക്കത്തിൽ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറഞ്ഞേക്കാം. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ്, ജീവങ്കിലേക്കുള്ള വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമെന്ന്. നിങ്ങളെന്തിനാ അത് തിരുത്താൻ പോകുന്നത്? എഴുതപ്പെട്ട പ്രമാണം തിരുത്തേണ്ട ആവശ്യമുണ്ടോ? അത് തിരുത്താനൊന്നും പരിശ്രമിക്കരുത് സഹോദരങ്ങളെ. ആരെങ്കിലുമൊക്കെ അത് തിരുത്താൻ പോകട്ടെ, നമുക്കത് വിഷയമല്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയ കൂട്ടത്തോട് സംസാരിക്കുന്നയാളാണ്. ഞാൻ ലോകത്തിൽ 7 വൻകരയിലുള്ള എല്ലാവരെയും വിളിച്ചിരുത്തി സംസാരിക്കുന്ന ആളല്ല. എൻ്റെ മുമ്പിൽ ഒരു ചെറിയ കൂട്ടമുണ്ട്. എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്, ഞാനുമായി ബന്ധപ്പെട്ട കൂട്ടു സഹോദരങ്ങൾ ഒരാൾ പോലും ബിരുദ തെറ്റരുത്. അവരൊന്നും വെറുതെ പുതിയ ഭൂമിയിൽ എത്തിയാൽ പോരാ, അവരെല്ലാം യോഗ്യരായിത്തീരണം. അതായത് കുഞ്ഞാടിൻ്റെ കാന്തയെക്കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത്, വിശേഷപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട്, ചിത്രത്തൈലുള്ള പൊൻകസവുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കാന്ത ഒരുങ്ങി വരണം. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, ഒരുക്കം പൂർത്തീകരിച്ച കാന്തയുടെ കരം അവൻ പിടിക്കും. ഓട്ടം ഓടി പൂർത്തീകരിച്ച, അത് കല്യാണം എവിടെയാ? വിശുദ്ധ പർവ്വതത്തിലാണ്. വിശുദ്ധ പർവ്വതത്തിൽ ഓടിയെത്തിയ കാന്ത, ആ കാന്തയെ അവൻ ചേർത്ത് നിർത്തും. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ, പാളയത്തിന് വെളിയിൽ അവൻ്റെ നാമനിമിത്തം നിന്ന സഹിച്ച തൻ്റെ മണവാട്ടിയുടെ കണ്ണിലെ കണ്ണുനീര് അവൻ തുടയ്ക്കും. അവൻ അവളുടെ കരം പിടിക്കും. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, നമ്മുടെ മേൽ പകരപ്പെടാനിരിക്കുന്ന തേജസ്സിൻ്റെ നിത്യ ഘനമോർത്താൽ ഒന്നും സാരമില്ലെന്നേ, ഒന്നും സാരമില്ല. ആളുകൾ എന്തും പറയട്ടെ, എന്തും ചിന്തിക്കട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സഹോദരങ്ങളെ, വഞ്ചനയുടെ ആത്മാവിൻ്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നൊരു കാലത്ത് കുട്ടി സഹോദരങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ടും മേലാൽ നമ്മളെ കേൾക്കാനുള്ളവർക്കും ഒരു പ്രയോജനമാകട്ടെ എന്നുള്ള നിലയിലാണ് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ചുറ്റും കേൾക്കുന്ന പല കാര്യങ്ങൾക്കെല്ലാം ചെവി വെച്ചു കൊടുക്കരുത്, വിശകലനം ചെയ്യണം. അതെല്ലാം നിങ്ങൾ പരിശോധിക്കണം, അതിനെല്ലാം വിവേചിക്കണം, എന്നിട്ടേ ആമേൻ പറയാവൂ. എത്ര സീനിയർ ആണെങ്കിലും, എത്ര സീനിയർ പാസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞാലും, എഴുതപ്പെട്ട പ്രമാണത്തിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കേണ്ട, അതൊന്നും മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അവരൊരു അബദ്ധത്തിൽ സഞ്ചരിക്കുകയായിരിക്കാം. സീനിയർ ആയിട്ടുള്ള ആളുകൾ അവർ അബദ്ധമൊക്കെ തിരുത്തി ശരിയായ പാതയിലും ശരിയായ ചിന്താഗതിയിലേക്കും വരാം, നാളെ വരാം.
അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാം. നമ്മളും അബദ്ധത്തിൽ വീഴരുത്. ഇവരുടെയൊക്കെ കഥ പറഞ്ഞിട്ട് അവസാനം നമ്മൾ പോയി കുഴി ചാടരുത് എന്നുള്ള ആ ഒരു ബുദ്ധിമുപദേശത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.